14-15 ആയത്തുകളാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറയണത്. വൈദാ ലഖുല്ലദീന ആമനു, അവർ സത്യവിശ്വാസികളെ കണ്ടുമുട്ടിയാൽ ഖാലു, അവർ പറയും ആമന്ന എന്ന് പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വൈദാ ഖലൗ ഇലാ ശയാത്വീനിഹിം, അവരുടെ ശൈത്താന്മാരിലേക്ക് അവർ ആയിക്കഴിഞ്ഞാൽ എന്ന് പറയാം. ഖലൗ ഖാലിയാകുക എന്ന് പറഞ്ഞാൽ ശൈത്താന്മാരെ കൂടെ ആകുക, ഓരൊറ്റക്കാകുക, മുഅ്മിനീങ്ങളൊന്നുമില്ലാതെ അവരെ ശൈത്താന്മാരിലേക്ക് അവർ ആയിക്കഴിഞ്ഞാൽ ഖാലു, ഇവർ പറയും ഇന്നാ മഅക്കും, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ പരിഹസിക്കുകയാണ്. വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അവരെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു തആല അവരെ പരിഹസിക്കും. അല്ലാഹു തആല അവരെയാണ് പരിഹസിക്കുക. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം, അവരുടെ ധിക്കാരത്തിലും നിഷേധത്തിലും അല്ലാഹു തആല അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യും. യഗ്മഹൂൻ, അവരിങ്ങനെ യടാട്ടക്കാരായ നിലയിൽ നിന്നാണ് പഴയ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. മുനാഫിക്കീങ്ങൾക്ക് ചിലർക്കുള്ള ഒരു തകരാറെന്താ വെച്ചാൽ ഈമാൻ ഉണ്ടോ ഇല്ല, എന്നാൽ കുഫറിൽ വിശ്വാസമുണ്ടോ അതുമില്ല, രണ്ടിൻ്റെ ഇടയിലാണ്. അതിനാണ് അമഹ് അറിയാം, എടാട്ടം. ആ സംശയത്തിലും ആശങ്കയിലുമായ നിലയിൽ തന്നെ അല്ലാഹു തആല അവർക്ക് നീട്ടിയിട്ട് കൊടുക്കും. അവർക്ക് എല്ലാവിധ സഹായങ്ങളും ആ മാർഗത്തിൽ മുന്നേറാൻ അല്ലാഹു തആല കൊടുക്കും എന്നുള്ളതാണ്. അല്ലാഹു തആലാൻ്റെ ഒരു നടപടി എങ്ങനെയാണ്? ഉലായിക്ക, ആ കൂട്ടക്കാരെന്താ വെച്ചാൽ അല്ലദീന ഇസ്തറവു ളലാലത ബിൽ ഹുദ, ഹുദക്ക് പകരം ളലാലത്തിനെ വാങ്ങിയവരാണവർ. ഹുദ ഒഴിവാക്കി, നേർമാർഗം ഒഴിവാക്കി, ളലാലത്തിനെ, പിഴവിനെ, മാർഗഭ്രംശത്തെ സ്വീകരിക്കുകയും ചെയ്ത ആളുകളാണ്. ഫമാ റബിഹത്ത് തിജാറത്തുഹും, അവരുടെ ആ കച്ചവടം ലാഭിച്ചില്ല, ലാഭം നേടിയില്ല. റബിഹത്ത്, ഫമാ റബിഹത്ത്, ലാഭം നേടിയില്ല. തിജാറത്തുഹും, അവരുടെ ആ കച്ചവടം. ഫമാ കാനു മുഹ്തദീൻ, അവർ നേർമാർഗം പ്രാപിച്ചതും ഇല്ല. ഒരു കച്ചവടമാണ്. ഹുദ ഒഴിവാക്കിയിട്ട് ളലാലത്തിനെ സ്വീകരിച്ചു. അതൊരു കച്ചവടമായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. ആ കച്ചവടത്തിൽ ലാഭം ഉണ്ടായില്ല, നഷ്ടമേ ഉണ്ടായുള്ളൂ, ഒമ്പിച്ച നഷ്ടമാണ്. മസലുഹും, അവരുടെ ഉപമ എങ്ങനെയെന്ന് വെച്ചാൽ മസലില്ലതി, ഒരുത്തൻ്റെ ഉപമ പോലെയാണ്. ഇസ്തൗഖദ നാറൻ, അവനൊരു തീ കത്തിച്ചു. ഫലമ്മ അളഅത് മാ ഹൗലഹു, അവൻ്റെ പരിസരമൊക്കെ ആ തീ പ്രകാശിപ്പിച്ചപ്പോൾ ദഹബല്ലാഹു ബിനൂരിഹിം, അവരെ വെളിച്ചത്തെ അല്ലാഹു തആല കൊണ്ടുപോയി. വ തറക്കഹും ഫീ ദുലുമാത്തിൻ, അന്ധകാരങ്ങളിൽ അല്ലാഹു തആല അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. ലാ യുബ്സിറൂൻ, പിന്നെ അവർക്ക് കാണൂല, കാണാനൊന്നും സാധിക്കാത്ത വിധം അല്ലാഹു തആല അവരെ അന്ധകാരങ്ങളിൽ ഉപേക്ഷിച്ചു. സുമ്മുൻ, അവർ ബധിരന്മാരാണ്. ബുക്കുമുൻ, ഊമകളാണ്. ഉമ്യുൻ, അന്ധന്മാരുമാണ്. ഫഹും ലാ യർജിഊൻ, അപ്പോൾ അവരൊരിക്കലും മടങ്ങി വരില്ല. ഇതാണ് മുനാഫിക്കീങ്ങളുടെ ഉപമ. ഇടങ്ങേറായി വളരെ പരിശ്രമിച്ചൊരു തീ കത്തിച്ചു, പരിസരങ്ങളൊക്കെ പ്രകാശിക്കുമാറായപ്പോൾ ആ പ്രകാശത്തെ അല്ലാഹു തആല കൊണ്ടുപോയി. പിന്നെ അവർക്ക് കാണുന്നില്ല, അന്ധകാരങ്ങളിലായി, കാണൂല്ല, കേൾക്കൂല്ല, സംസാരിക്കാനും കഴിയും. എന്ന് വെച്ചാൽ സത്യത്തെ കാണാനോ കേൾക്കാനോ സത്യം സംസാരിക്കാനോ അവർക്ക് സാധിക്കുകയില്ല. ഇതാണ് അവസ്ഥ. വലൈക്കും അസ്സലാം. അല്ലെങ്കിൽ അവർക്കുള്ളൊരു ഉപമ അവർക്ക് സ്വയ്യിബി മിനസമായി, ആകാശത്തിൽ നിന്ന് വർഷിച്ചൊരു മഴ പോലെയാണ്. ഫീഹി, ആ മഴയിലുണ്ട് തുലുമാത്തുൻ, അന്ധകാരങ്ങൾ, വ റഅദുൻ, ഇടിയും, വ ബർക്കും, മിന്നും. വലൈക്കും അസ്സലാം. ഭയങ്കരമായ മഴ, ഇടി മിന്നൊക്കെ ഉണ്ട്,
കൂരിരുട്ടാണ്. അങ്ങനെയുള്ള ഒരു മഴയിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്താ വെച്ചാൽ യജഅലൂന അസ്വാബിഹും ഫി ആദാനി മിന സ്വവായിക്ക്, ഇടുത്തീനെ തൊട്ട് പേടിച്ച കാരണത്താൽ അവർ കാതിലേക്ക് വിരലുകളൊക്കെ തുറ്റുപോക്കും. ഇടി കൊള്ളാതിരിക്കാനേ, ഇടി ഏൽക്കാതിരിക്കാൻ വേണ്ടി വിരൽ കാതിക്ക് വെച്ചിട്ട് വലിയ കാര്യമുണ്ട്. ഇതാണ് ഇവരവസ്ഥ. വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അള്ളാഹു തആല സത്യനിഷേധികളെ വലയം ചെയ്തവനാണ്. അള്ളാഹു തആലാൻ്റെ നിരീക്ഷണത്തിലും അറിവിലുമാണ് എപ്പോഴും അവർ ഉള്ളത്. അതിൽ നിന്നും ഒരു സെക്കൻഡ് പോലും അവർക്ക് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. യകാദുൽ ബർക്കു യഖ്തഫു അബ്സാറഹും, ആ മിന്നുണ്ടല്ലോ അതവരുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കാൻ അടുത്തായിരിക്കുന്നു. യകാദുൽ ബർക്കു, ബർക്ക് അടുത്തായിരിക്കുന്നു. ബർക്ക് എന്താണ്? ആ മിന്നുണ്ടല്ലോ, ശബ്ദമല്ല, അത് അവരുടെ കണ്ണുകളെ റാഞ്ചാൻ അടുത്തിരിക്കുന്നു. കുല്ലമാ അല്ലാഅ ലഹും, ആ ഇടിമിന്ന് അവർക്ക് പ്രകാശിപ്പിക്കുമ്പോഴൊക്കെ മഷൗഫി, ആ പ്രകാശത്തിൽ അവർ കുറച്ചങ്ങോട്ട് നടക്കും. വൈദ അദ്ലമ അലൈഹിം, അവർക്ക് മേലെ അത് ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ നിൽക്കും, പിന്നെ നടക്കാൻ കഴിയില്ല. നല്ല ഇടിമഴക്കുള്ള സമയത്ത് രാത്രി എവിടെയെങ്കിലുമൊക്കെ പെട്ട ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. ഇടിമിന്നുമ്പോൾ കുറച്ചൊന്ന് വഴിയാണ് കാണും, അപ്പോൾ അതിൽ കുറച്ചാണ് നടക്കും, പിന്നെ അതില്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. ഇതാണ് മുനാഫിക്കീങ്ങളുടെ സ്ഥിതി എന്നാണ് പറയുന്നത്. ഉദാഹരണം എങ്ങനെ ഉണ്ടെന്ന് ആലോചിച്ചോളിട്ട് നല്ലോണം. ഗംഭീരമായ ഉദാഹരണമാണ്. ഇരിമാജി ഉറങ്ങുന്നുണ്ടോ? മുനാഫിക്കീങ്ങൾക്ക് പറയുന്ന ഉദാഹരണമാണ്. വലോ ഷാ അല്ലാഹു ദഹബ ബി സമ്മിഹിം വ അബ്സാരിഹിം, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാതിനെയും കണ്ണിനെയൊക്കെ അള്ളാഹു തആല പോക്കി കളയുമായിരുന്നു. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു തആല എല്ലാറ്റിനും കൈവിട്ടവനാണ്. അങ്ങനെ മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് കുറച്ച് നീട്ടി പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു തആല. മുനാഫിക്കീങ്ങൾ ഇവിടെ മൂന്നാമത്തെ വിഭാഗമാണ്. ആദ്യമായിട്ട് ആരെക്കുറിച്ച് പറഞ്ഞു? മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ പറ്റി പറഞ്ഞു. ഹുദല്ലിൽ മുത്തഖീന അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നിട്ട് നല്ല മുത്തഖീങ്ങൾ. അവരുടെ ചില ഗുണവിശേഷങ്ങൾ പറഞ്ഞിട്ട് ഉലായിക അലാ ഹുദ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ അള്ളാഹുവിൽ നിന്നുള്ള നേർമാർഗത്തിലും അവർ തന്നെയാണ് വിജയികളും എന്ന് പറഞ്ഞു. പിന്നെ ആരെ പറ്റി പറഞ്ഞു? പിന്നെ നല്ല അന്തസ്സുള്ള കാഫിരിങ്ങളെ പറ്റി പറഞ്ഞു. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം ആ അന്തർത്തവും അംലം തുന്തിർഹും ലാ യുമിനൂൻ, സത്യനിഷേധികളായ ആളുകൾ അങ്ങവർക്ക് താക്കീത് നൽകലും നൽകാതിരിക്കലും സമമാണ്, അവരൊരിക്കലും വിശ്വസിക്കില്ല. എന്നിട്ട് നല്ല പച്ച കാഫിരിങ്ങളെ പറ്റി, കാഫിരീങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ കാപട്ടില്ല. അതിൽ തന്നെ രണ്ട് കൂട്ടക്കാരെ പറ്റി പറഞ്ഞു. ചില ആളുകൾ അതിൽ ഇമാമുകളാണ്, കുഫറിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകളാണ്, നേതൃത്വം വഹിക്കുന്ന ആളുകളാണ്. കുഫറിന് നേതൃത്വം വഹിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ഒക്കെയാണ് ഓരോ പണി. അങ്ങനത്തെ ഒരു കൂട്ടക്കാരെ പറ്റി പറഞ്ഞു. പിന്നെ അണികളെ പറ്റിയും പറഞ്ഞു. അതൊക്കെ നമ്മൾ പറഞ്ഞു. മുഅ്മിനീങ്ങളെ കൂട്ടത്തിലും രണ്ട് കൂട്ടക്കാരെ പറ്റി പറഞ്ഞു. മുഅ്മിനീങ്ങളിലും രണ്ട് കൂട്ടക്കാരെ പറഞ്ഞു. എല്ലാത്തിലും രണ്ട് കൂട്ടരുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ദിവസത്തിൽ. മുഅ്മിനീങ്ങൾ എന്താ രണ്ട് കൂട്ടക്കാർ? ഒന്ന് മുഖറബീങ്ങളുണ്ട്, അല്ലാഹു തആലയുടെ മുഖറബീങ്ങളായ സമീപസ്ഥരായ ആളുകൾ. പിന്നെ ഒന്ന് സാധാ മുഅ്മിനീങ്ങൾ, വലതുപക്ഷം സൽവൃത്തരായ ആളുകളാണ്. നാളെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആളുകളാണ്. പക്ഷേ കുറേ നന്മകളും കുറച്ചൊക്കെ തിന്മകളും ചെയ്ത് ആ തിന്മകൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത ആളുകൾ മുഅ്മിനീങ്ങൾ. അങ്ങനത്തെ ഒരു മുഅ്മിനീങ്ങൾ പറഞ്ഞു. വേറെ ചില മുഅ്മിനീങ്ങൾ മുഖറബീങ്ങളാണ്. രണ്ടു കൂട്ടരല്ലുള്ള മുഅ്മിനീങ്ങൾ. അദ്വാജി മൂന്നാമതൊരു കൂട്ടരുണ്ടോ? നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണില്ലട്ടോ. മൂന്നെണ്ണുണ്ട്. ഏതാ മൂന്നാമത്തെ? അങ്ങോട്ടല്ല അതുണ്ടോ? ആറാഫ്, അത് നാലാമതാണ്. മൂന്നാമത്തെ മുഅ്മിനീങ്ങൾ നരകത്തേക്ക് പോകണ മുഅ്മിനീങ്ങൾ. നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നരകത്തേക്ക് പോയിട്ട് പിന്നെ ഒരു കാലത്ത് നരകത്തിൽ നിന്ന് ഒഴിവാകുന്ന മുഅ്മിനീങ്ങളുണ്ട്. അതൊക്കെ വിശ്വസിച്ചെങ്കിലേ നമ്മൾ മുഅ്മിനീങ്ങളാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും കൂടെ പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? അതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതൊക്കെ വിശ്വസിക്കണം. കുറേ മുഅ്മിനീങ്ങൾ നരകത്തേക്ക് ഉണ്ട് എന്ന് എന്താക്കണം? അപ്പോൾ മുഅ്മിനീങ്ങൾ മൂന്നെണ്ണയില്ലേ. പിന്നെ കോയാമൂറിനൊരു കൂട്ടരുണ്ട്, 50 നിൽക്കുന്ന ആളുകൾ. അത് സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്. ആറാഫിൽ
അലൽ അറാഫി റിജാലുൻ. ഒരു രണ്ടും സമാസമായി നിൽക്കുന്ന ആളുകളാണ്. നന്മയും തിന്മയും 50-50 നിൽക്കുന്ന ആളുകളാണ്. നരകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നന്മയേക്കാൾ തിന്മ മികച്ച ആളുകളാണ്. വലൈക്കും അസ്സലാം. അപ്പോൾ 4 കൂട്ടരുണ്ട്, അറിഞ്ഞിരുന്നോളി. ആര്? മുഅ്മിനീങ്ങൾ. കാഫിരീങ്ങളിൽ പ്രധാനമായിട്ട് 2 കൂട്ടക്കാരാണ്. ഒന്ന് നേതൃത്വം വഹിക്കുന്ന ആളുകൾ, കുഫറിലേക്കുള്ള നേതൃത്വം വഹിക്കുന്ന ആളുകളും, ഒന്ന് അണികളും. ക്ലാസ് എടുക്കണവരുണ്ട്, ക്ലാസ് കേൾക്കണവരുണ്ട്. എന്നമാർക്ക് മൂന്നാമത്തെ ഒരു കക്ഷിയാണ് മുനാഫിക്കീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. അത് കാഫർ തന്നെയാണ്, നരകത്തിൻ്റെ അടിയത്തെ തട്ടിലുമാണ്, കപട വിശ്വാസികളാണ്, ഇരട്ടമുഖിയന്മാരാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചാണ് ഓർക്ക് നേതാക്കന്മാരുണ്ട്, അണികളും ഉണ്ട്. ഷയാത്തീനി എന്ന് പറഞ്ഞില്ല, വൈദ ഹലോ ഇല ഷയാത്തീനി. മുനാഫിക്കീങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ഈ കൂട്ടത്തിലൊക്കെ ഏറ്റവും വിശദമായിട്ട് പരാമർശിക്കപ്പെടുന്നത്. ഓലത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം. അത് പറഞ്ഞിട്ടുണ്ട്, അറബിയ കാഫർ, ദിമ്മിയ കാഫർ. അത് വേറൊരു ഹൈസ്യത്ത് പരിഗണിച്ചിട്ടുള്ള 2 ഓരി വെക്കലാണ്. അതൊന്നും ആദ്യം പറഞ്ഞതിന് എതിരല്ല, അതൊക്കെ കാഫർ തന്നെയാണ്. ദിമ്മിയ കാഫർ എന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം തന്ന് ജീവിക്കുന്ന അഹ്ലു കിതാബികളാണ്. അഹ്ലു കിതാബികളായിരിക്കണം. ഓർക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഹറബി എന്ന് പറഞ്ഞാൽ ശത്രുരാജ്യത്തുള്ളവരാണ്, ശത്രുവായിട്ട് കാണുന്ന ആളുകളാണ്. അള്ളാഹുവിനും റസൂലിനെയും കണ്ടുകൂടാത്ത ആളുകളാണ്. അത് അഹ്ലു കിതാബികളായാലും വേണ്ടില്ല, അല്ലാത്തവരായാലും വേണ്ടില്ല. ഓരോടുള്ള നിലപാട് വേറെയാണ്. ഇത് പറയുന്നത് മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചാണ്. വഇദാ ലഖുല്ലദീന ആമനോ, സത്യവിശ്വാസികളെ ഇവർ കണ്ടുമുട്ടിയാൽ കാലോ, ഇവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വഇദാ ഖലൗ ഇലാ ഷയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരിലേക്ക് അവർ ഖാലിയായി കഴിഞ്ഞാൽ, തനിച്ചായി കഴിഞ്ഞാൽ, ഓരോ ആളുകളും മാത്രമായി കഴിഞ്ഞാൽ. ഈ ഖല എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു അറബിയാണ്, മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. ഖാലിയ എന്നൊക്കെ, കാലി നമ്മൾ പറയില്ലേ, കാലിയക, കാലിച്ചാക്ക് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഈ ഖാലി എന്ന് വരുന്നതാണ്. കാലിച്ചാക്ക് പറഞ്ഞാൽ ഖാലിയ, ഒഴിവായത് എന്ന്, അതിലൊന്നുമില്ല. പാത്രം കാലി എന്നൊക്കെ പറയില്ലേ, അത് ഈ ഖലയെന്ന് വരുന്നതാണ് മുസ്തഫ. കുറേ ഉണ്ട്, അതിൽ ലോപിച്ച് കാലിയായത്. ആരുമില്ല, ഒരു മാത്രമേ ഉള്ളൂ, അല്ല നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. ആ നേതാക്കന്മാർക്കാണ് ഷയാത്തീൻ എന്ന് പറഞ്ഞത്. ഷയാത്തീൻ ആരാണ്? ഓ ഷയാത്തീനും ഓല ശൈത്താന്മാർ പറഞ്ഞാൽ സാദത്തുഹും വ കുബറാഹും, അവരുടെ ലീഡർമാർ. മനസ്സിലായോ? സാദാത്യങ്ങൾ എന്നറിയില്ലേ, നമ്മൾ പറയണ വാക്കാണ് അതൊക്കെ, സാദാത്തുക്കൾ എന്നൊക്കെ പറയും. സയ്യിദന്മാർ, ശരിക്കും സയ്യിദ് പറഞ്ഞാൽ ലീഡർ എന്നാണ്. അപ്പോൾ കുബറാഹു പോലത്തെ വലിയ മൂപ്പന്മാരും നഹബാറിൽ യഹൂദി, അത് യഹൂദികളുടെ പുരോഹിതന്മാരിലുമുണ്ട്. റോസിൽ മുശ്രിക്കീന വൽ മുനാഫിക്കീന, മുശ്രിക്കീങ്ങൾ മുനാഫിക്കീങ്ങൾ എന്നുള്ള തലവന്മാരുമാണ്. അത് അവർക്കാണ് ശൈത്താൻ എന്ന് ഉപയോഗിച്ചത്. ശൈത്താൻ എന്നുള്ള ഈ പ്രയോഗം മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് സ്വഹാബത്തിനെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ കളിപ്പിച്ചു തരാം. നിങ്ങൾക്കൊരു കൂസലുമില്ല ശൈത്താന്മാർ എന്ന് പറഞ്ഞിട്ടില്ലേ, മനുഷ്യന്മാരെ പറ്റി ശൈത്താന്മാർ കേട്ടണം അങ്ങനെ പറയണത്. പണ്ട് മദ്രസ എന്നൊക്കെ കേട്ടണല്ലേ ശൈത്താൻ എന്നൊക്കെ പറഞ്ഞു, പണ്ട് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പം അതിനൊക്കെ തെളിവുണ്ട്, പറഞ്ഞുതരാം. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യാ അബദർ തഅബ്ദു ബില്ലാഹി മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിലും ജിന്നിലുമുള്ള ശൈത്താന്മാരെ തൊട്ട് നീ അഭയം തേടണമെന്ന് അള്ളാഹിനോട്. ഫഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, ഞാനാരാ കോയാമോ?
അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു വലിയ മഹാനായ സ്വഹാബിയാണ്, വലിയ ചരിത്രങ്ങളുള്ള ഒരൊറ്റപ്പെട്ട സ്വഹാബിയാണ്. ചരിത്രമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിരുന്നു. അബൂദറുൽ ഗിഫാരി, മദീനത്ത് അങ്ങനെ റോഡിൻ്റെ പേരുണ്ട്, പള്ളീൻ്റെ ഒക്കെ പേരുണ്ട് അബൂദറുൽ ഗിഫാരി എന്ന്. ഹറമെന്നൊരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു പള്ളിയൊക്കെ ഉണ്ട്, അബൂദറുൽ ഗിഫാരി പള്ളി. ഞാനിപ്പോൾ കേട്ടത് അതൊക്കെ മദീനത്തെ റൗദയിൽ വലിയ പള്ളിക്ക് പെടുത്തി എന്നുള്ളതാണ്. മസ്ജിദ് നബവിൻ്റെ ഭാഗമായി എന്നാണ് ഇപ്പോൾ കേൾക്കണത്. ആ റോഡൊക്കെ പോയി ഒരു ഞങ്ങൾക്ക് റൂം കിട്ടി അവിടെയാണ്. ഹറമെന്നൊരു മസ്ജിദുൽ ഹറം എന്നൊരു കിലോമീറ്റർ അപ്പുറത്താണ് സംഭവം. അവിടെ ഒരു അബൂദറുൽ ഗിഫാരി മസ്ജിദ് ഉണ്ടായിന്, റോഡിൻ്റെ പേര് അതായത്. ഈ സ്വഹാബിനോട് തങ്ങൾ പറയാണ്, നീ മനുഷ്യരിലും ജിന്നിലും പെട്ട ശൈത്താന്മാരത്തോട് അഭയം തേടിക്കുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവലിൽ ഇൻസി ശയാത്തിനോ, മനുഷ്യന്മാർ കൂടുതലും ശൈത്താന്മാരുണ്ടോ എന്ന്. കാല, തങ്ങൾ പറഞ്ഞു, ന്യായമുണ്ട്. അവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് കൊടുത്തൊരു ആയത്ത് സൂറത്ത് അൽ അൻആമിലെ 112 ആയത്താണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ, എല്ലാ പ്രവാചകന്മാർക്കും നാം ശത്രുക്കളെ ആക്കിയിരുന്നു. ഷയാത്തീന മിനൽ ഇൻസി വൽ ജിന്നി എന്നാണ് ഇതിൽ കാണുന്നത്. ഇൻസിൽ നിന്നും ജിന്നിൽ നിന്നുള്ള ശൈത്താന്മാരെ. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഖുറൂറ, വാക്കുകളിൽ നിന്നുള്ള വഞ്ചനാത്മകമായതിനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധനം നൽകും. സൂറത്ത് അന്നാമിലെ 112 ആയത്ത്. അവിടെ ഷയാത്തീന മിനൽ ഇൻസി വൽ ജിന്നി എന്നാണ് ഇപ്പോൾ ഇതിൽ ഉദ്ധരിച്ച് കാണുന്നത്. അത് നോക്കട്ടെ, എനിക്കവിടെ ചെറിയ ഡൗട്ടുണ്ട്. ആയത്ത് അങ്ങനെ തന്നെയാണോ, ഷയാത്തീനൽ ജിന്നി വൽ ഇൻസി എന്നാണോ എന്നൊരു സംശയമുണ്ട്. 112 ആയത് മുസാഫിലൊന്ന് നോക്കാം. നമ്മളതൊക്കെ ഏറെ ചർച്ച ചെയ്ത കണ്ടോ. ഇതിലിങ്ങനെയാണ്, അപ്പോൾ കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ഷയാത്തീനൽ ഇൻസി വൽ ജിന്നി എന്നാണ്. ഷയാത്തീനൽ ഇൻസി ചിലപ്പോൾ അങ്ങനെ ഓത്തുണ്ടാവും, അതാണ് തഫ്സീറിൽ അങ്ങനെ വന്നത്. ഷയാത്തീന മിനൽ ഇൻസി വൽ ജിന്നി എന്നാണ് അവിടെ പറഞ്ഞത്. യൂഹി ബഅദുഹും ഇലാ ബഅദിൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഹി നൽകും, ദുർബോധനം നൽകും. സുഖ്റൂഫൽ ഖൗലി, നല്ല മോടി പിടിച്ച വർത്താനങ്ങൾ, അലങ്കൃതമായ വർത്താനങ്ങൾ. ഖുറൂറൻ, വഞ്ചനാത്മകമായത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും അങ്ങനത്തെ ശൈത്താന്മാരൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുക. അങ്ങനെ ഉണ്ടപ്പോൾ ശൈത്താന്മാർ നല്ല ബാഹ്യാലങ്കൃതമായതും വഞ്ചനാത്മകമായതുമായ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊയ്യാമൂന് പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നു. പറയും, അങ്ങനത്തെ എഴുത്തന്മാരുണ്ടോ മനുഷ്യന്മാരുടെ ഇടത്തിൽ? എന്നാൽ പറയും, ഒരു ഉദാഹരണം പറയും. ആർക്കും പറയാം, കുഞ്ഞോജിക്ക് പറയണോ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ല നല്ല മോടിയുള്ള വർത്തമാനങ്ങൾ പോകാനോ, കേൾക്കാൻ നല്ല രസമുണ്ടാവും. അത് കുഞ്ഞോജി പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഖുറാൻ ക്ലാസ്സൊക്കെ കിട്ടിങ്ങനെ നന്നായി തോടൊക്കെ വെച്ചു, ഫാനൊക്കെ നിരണ്ടിൻ്റെ മേ. അപ്പോൾ വേറൊരുത്തൻ പറയും, ഇപ്പോൾ തന്നെ ചങ്ങായി ഇങ്ങനെ മുസാഫിനെ നടക്കേണ്ടൊന്നും വേണ്ട. നല്ല രസമുള്ള വർത്താനല്ലേ, വഞ്ചനാത്മകമല്ലേ, ശരിയാന്ന് തോന്നൂലേ കേട്ടിട്ടുണ്ടെങ്കിൽ? ഇപ്പം തന്നെ വേണ്ട, കുറച്ച് നേരമൊക്കെ നോക്കിയാൽ മതി. ഇത് യുവത്താണ്, അത് നമുക്ക് ജീവിക്കാനുള്ളതാണ്. വയസ്സായിട്ടാണ് ഇബാദത്ത്. അങ്ങനെ എത്ര ആൾ വീണണതിലൊക്കെ അവർക്ക് സംഭവിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നോക്കേണ്ടതില്ല എന്നുള്ളത് അല്ലേ? അങ്ങനെ മനുഷ്യന്മാർ പറയില്ലേ, ആ മനുഷ്യന്മാരൊക്കെ ചെയ്ത്താനാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ ഇക്കാരം അത് വേണേ മനസ്സിലാക്കിക്കൊള്ളി. ഗൗരവപ്പെട്ടൊരായത്താണത്. ചിലപ്പോൾ നമ്മളങ്ങനെ കാണുന്നുണ്ടാവും. നമ്മൾ സ്നേഹിതന്മാരെ നമ്മളൊരു ബൈക്ക് വിളിച്ചാണ്, നല്ല വഴിയൊന്നുമല്ല. അപ്പോൾ ഞാൻ പോകുന്നില്ല പറയുമ്പോൾ നമ്മൾ ഈ ജാതി വർത്താനൊക്കെ പറയും. ഇതോ ഇതിനോട് തുല്യമായതൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ടാവും ചിലപ്പോൾ. ആ ഇപ്പോൾ തന്നെ വെറുതെ രണ്ടാറി പർദ്ദ പോയിട്ട് ഇതിടണം, നമുക്ക് മുഖം മറക്കണം. ഇന്നലെ ഞാൻ കേട്ടൊരു വർത്താനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നലെ ചങ്ങായി തിങ്കളാഴ്ച പുഴച്ചോടം തുടങ്ങാൻ പോവാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, പഴയ പരിപാടി തന്നെ അല്ലേ ചോദിച്ചു. ഒരുപാട് കാലമായിട്ട് നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ബേക്കറിയും പരിപാടിയൊക്കെ ആയിട്ട് ഹൈസ്കൂളിൻ്റെ അടുത്ത് മുമ്പിലാണ്. കുറേ ഐറ്റംസ് ഒഴിവാക്കിയായിരുന്നു. കുറേ ഐറ്റംസ് ഒഴിവാക്കി പുതിയതാക്കാണ്. കാരണം കട്ടിട്ട് കുട്ടികൾ കട്ടിട്ട് സഹിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ നാളെ LP സ്കൂളിൽ പഠിച്ചപ്പോൾ മുട്ടായി തിന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ,
മുട്ടായി എടുത്തതിനൊക്കെ ഇപ്പോൾ പൊരുത്തപ്പെടിക്കണ വിഷയമൊക്കെ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി അത് കേൾക്കുകയാണ്. അപ്പോൾ വേറെത്തും പറയാണ്, മോൻ സ്കൂളും കോളേജൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഇവനോട് പറയാണ്, കോളേജിലൊക്കെ ഈ വലിയ വലിയ കുടുംബത്തിലും കഴിവുള്ള പെൺകുട്ടികളടക്കം ഭയങ്കര ഇങ്ങോട്ട് ഓലടിയിൽ ഇത് ഭയങ്കര ഒരു കഴിവുള്ള ആളായിട്ടാണ് കൂട്ടുന്നത്. ആ പീടികയിൽ നിന്ന് അങ്ങനെ സാധനം പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു യോഗ്യതയായിട്ടും ഒരു അംഗീകാരമായിട്ടാണ് ഓല് കാണുകയെന്ന്. ഇങ്ങൾക്കതൊന്നും അറിഞ്ഞോളന്നില്ല, എനിക്കും അറിയില്ല. നമുക്കിത് ആ മേഖലയിലുള്ളവർ ഇങ്ങോട്ട് പറഞ്ഞുതരാണ്. രസമാണ് പോൽക്കത്, വലിയ അംഗീകാരം കൊടുക്കുക. ആ പീടികക്കാരനെ ഇവിടെ പറ്റിച്ചു, ഇവള് അത് ഇത്ര 150 റുപ്യേൻ്റെ ആണല്ലോ ഓരോ ചോക്ലേറ്റും കാര്യമൊക്കെ, 150 200 ആണല്ലോ ഇവർ കക്കുക. പിന്നെ ഒക്കൂല. ഇതൊക്കെ എനിക്ക് ഇന്നലെ പുതിയ കിട്ടിയ അറിവാ. അപ്പോൾ അത് വലിയ അംഗീകാരമായിട്ട് കാണുന്നുണ്ടോ അല്ലേ? ആ അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണത്. ഷയാത്തീനുൽ ഇൻസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏതുണ്ട്? ശൈത്താന്മാർ. ജയശാഖന്തേം പറയണം, ആലോചിച്ചിട്ടുണ്ട് ഇല്ല? എങ്ങനെയല്ലേ? ഇനി ഇതിൻ്റെ പുതിയ നല്ല നല്ല രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെക്കാളും അറിയിക്കാറോ? ഇത് വലിയൊരു വിഷയമാണ്. അവസാനത്തെ സൂറത്തിൻ്റെ പേര് നാസ് എന്നാണ് അല്ലേ? കുല്ലായതു റബ്ബിൻ നാസ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കുൽ നബിയെ നിങ്ങളിങ്ങനെ പറയണം, അഴുതു ഞാൻ അഭയം തേടുന്ന റബ്ബിൻ നാസി, ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട്, മലിക്കിന്നാസി, ജനങ്ങളുടെ രാജാവിനെ കൊണ്ട്, ഇലാഹിന്നാസി, ജനങ്ങളുടെ ആരാധന കൊണ്ട്, മിൻ ഷെറിൽ വസ്വാസി, വസ്വാസിൻ്റെ ശരണത്തൊട്ട്. വസ്വാസ് പറഞ്ഞാൽ നമ്മൾ ഒതുക്കുമ്പോൾ അതല്ല വസ്വാസ്, ശൈത്താൻ്റെ പേരാണ്. മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസി, ഖന്നാസായ ശൈത്താൻ. വസ്വാസുൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫി സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സുകളിൽ ദുർബോധനം ചെയ്യുന്ന വസ്വാസുൽ ഖന്നാസ്. മിനൽ ജിന്നത്തി വന്നാസി. ആ വസ്വാസുൽ ഖന്നാസ് ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ജിന്നെ ശൈത്താന്മാർ പറഞ്ഞാൽ ശരിക്കും ജിന്നാണ്. മറ്റേതാണ്? മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലുള്ള വസ്വാസുൽ ഖന്നാസ് പറഞ്ഞാൽ അധികമായി പിന്മാറിക്കൊണ്ടിരിക്കുന്നവെന്നാണ് അർത്ഥം. ശൈത്താൻ അങ്ങനെ പേരുണ്ട്, ഖന്നാസ്. ഇബിലീസാണ് ശൈത്താന്മാരെ വാപ്പ. ഇബിലീസും ശൈത്താനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയോ? ഇബിലീസ് എന്ന് പറയുന്നത് ജിന്ന് വംശത്തിൻ്റെ പിതാവാണ്. ആദം നബി ആർക്കുള്ള പിതാവായതുപോലെ മനുഷ്യവംശത്തിൻ്റെ പിതാവായതുപോലെ. ജിന്നിനൊക്കെ വിവാഹത്തിന് വേണ്ടി പഠിച്ചതാണ്. പക്ഷേ ഓലെ പിതാവാരാണ്? ആദം നബി അലൈഹി സ്വലാം മനുഷ്യർക്ക് എപ്രകാരമാണോ ഉള്ളത് അപ്രകാരമാണ് ഇബിലീസ് എന്നുള്ളത് ഷൈത്താൻ വർഗത്തിനുള്ളത്. ഷൈത്താൻ എന്നാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഷൈത്താൻ എന്ന് പറയും, മുഅ്മിനായവർക്ക് ജിന്നെന്നും പറയും. ജിന്ന് പൊതുവെ നമ്മൾ നല്ലതിനാണ് പറയൽ. ഔലിയാക്കന്മാരായ ജിന്നുകളൊക്കെ ഉണ്ട്. മസ്ജിദുൽ ജിന്നുണ്ട് മക്കത്ത്, നിങ്ങളാരെയും കണ്ടണോ? എന്താണ് അതിൻ്റെ ചരിത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി നിസ്കരിക്കുന്നത് കേൾക്കാൻ ജിന്നുകൾ വന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കിയാണ്. ആ ജിന്നുകളൊക്കെ മുസ്ലിങ്ങളായി. സുഹൃത്ത് ജിന്നിലും പറയുന്നുണ്ട്, അഹ്കാഫിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് സൊറഫ്ന ഇലൈക നഫറ മിനൽ ജിന്ന് എന്നാണ് അഹ്കാഫ് സൂറത്തിൽ അത് പറയുന്നത്. ജിന്നുകൾ അങ്ങോട്ട് മുസ്ലിങ്ങളായി. സൂറത്ത് ജിന്നിൽ പറയണ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് കേൾപ്പിച്ചാൽ. നമ്മളിതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും കേൾക്കാത്തവരൊക്കെ ഉണ്ടോ? എന്താ ജിന്ന്, എന്താ ശൈത്താന്, അല്ല എന്താ ഇബിലീസ്? ഇതിൻ്റെ ഒന്നൊരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിലേ ഇങ്ങോട്ട് നോക്കി. കുൽ നബി അങ്ങ് പറയണം, ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, അന്ന ഉസ്തമാൻ അഫ്രോമിനൽ ജിന്ന്, ജിന്നുകൾപ്പെട്ടൊരു സംഘം ശ്രദ്ധിച്ച് കേട്ടു എന്ന്. എന്താ കേട്ട്? ഖുർആൻ കേട്ടതോടുകൂടി ഫഖാലു, ഇവർ പറഞ്ഞു, ഇന്നാ സമീന ഖുർആനൻ നജബ, വളരെ ആശ്ചര്യകരമായൊരു ഖുർആൻ ഞങ്ങൾ കേട്ടു. യഹ്ദി ഇല റുഷ്ദി, നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു ഖുർആൻ. ആമന്നാബി, ഉടനെ ഞങ്ങളത് വിശ്വസിച്ചു. വലൻ നുശ്രിക ബി റബ്ബിന അഹദ, ഇനി ഞങ്ങൾ റബ്ബിനെ കൊണ്ട് ഒരുത്തിന് ഞങ്ങൾ പങ്കു ചേർക്കൂല. ഇനി ഞങ്ങൾ ശിർക്കൊന്നും, മുശ്രിക്കീങ്ങളായിരുന്നു ആ ജിന്നുകളൊക്കെ. ഈ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ജിന്നാട്ടോ. അതിൻ്റെ ഫസ്റ്റ് ആയത്താണ് പേനാവധി. വഅന്നഹു തആല ജദ്ദു റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ജദ് അവസ്ഥ വളരെ ഗംഭീരമാണ്, അത്യുന്നതമാണ്. മത്തഖദ സ്വാഹിബത്തൻ വലാ വലദ, അള്ളാഹു തആലക്ക് മക്കളോ അല്ലെങ്കിൽ ഭാര്യയൊന്നും ഇല്ല. വഅന്നഹു കാന യഖൂലു സഫീഹുന അലല്ലാഹി ഷതത, ഞങ്ങളുടെ കൂട്ടത്തിലെ വിവരമില്ലാത്ത ആളുകൾ അള്ളാഹു തആലാൻ്റെ മേൽ വളരെ വലിയ അക്രമമായിരുന്നു പറഞ്ഞിരുന്നത്. അള്ളാഹ്ക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ടെന്നൊക്കെ
ഇന്നും എല്ലാ അക്രമികളും അത് തന്നെയാണ് പറയണത്, എല്ലാവരും പറയണത് തന്നെയാണ്. ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രമേ പറയാത്തുള്ളൂ. വഅന്നാ ളനന്നാ അല്ലൻ തഖൂലൽ ഇൻസു വൽ ജിന്നു അലല്ലാഹി കദിബ, ജിന്നും ഇൻസും ഒന്നും അള്ളാഹിൻ്റെ മേലിൽ കള്ളം പറയില്ല എന്നായിരുന്നു നമ്മൾ കരുതിയത്. അങ്ങനെ നമ്മളതൊക്കെ വിശ്വസിച്ചു. വഅന്നഹു കാന റിജാലു മിനൽ ഇൻസി യഊദുന ബിറിജാലിൻ മിനൽ ജിന്നി, മനുഷ്യരെ കൂട്ടത്തിലെ ചില ആളുകൾ ജിന്നുകളെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളോട് ശരണം തേടുമായിരുന്നു, അഭയം തേടുമായിരുന്നു. എലിയിലൊക്കെ പോകുമ്പോൾ, യാത്രയൊക്കെ പോകുമ്പോൾ, എവിടെയെങ്കിലും മരുഭൂമിയിലൊക്കെ എത്തുമ്പോഴേ പടച്ചോനെ ഈ ഭാഗത്തുള്ള ജിന്നുകളെ കൊണ്ട് ഞങ്ങൾ അഭയം തേടുകയാണെന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് ജിന്നുകളുടെ ഭാഗത്ത് നിന്ന് വലിയ സഹായമൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ജിന്നോക്കും തന്നെ ഒരു കിവർ കൂടി, ഇവർക്ക് വില ശിർക്കും. ഇതൊക്കെ ചരിത്രം അറിഞ്ഞിരിക്കണം നിങ്ങൾ. ജിന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായി മനുഷ്യന്മാരൊക്കെ നമ്മളെ തൊട്ട് അഭയം തേടാൻ തുടങ്ങി. അത് തേടിയ ജിന്നുകളുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഹെൽപ്പുകൾക്കും ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു ദ്രോഹവും ശല്യങ്ങൾക്കും ആ പരിസരത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ പറയാനായിട്ട് നിൽക്കും, എന്ത് പടച്ചോനെ ഈ ഭാഗത്തുള്ള ജിന്നുകളാരെച്ചെങ്കിൽ ഓരോ നേതാവിനെ കൊണ്ട് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു, ഞങ്ങൾക്കൊരു കട്ടകാലം ഉണ്ടാവരുത് എന്ന്. അപ്പോൾ ജിന്നുകൾ എന്താക്കും? ഓലെ ഇതൊക്കെ അറിഞ്ഞിരുന്നോളൂ, ഇതൊക്കെ തന്നെയാണ് നടക്കണത്. വഅന്നഹും ളന്നൂ കമാ ളനൻതും അല്ലൻ യബ്അസല്ലാഹു അദാ വഅന്നാ ലമസ്ന സ്സമാ, ഞങ്ങൾ ആകാശത്തേക്ക് പോയി നോക്കി. ഫവജദ്നാഹാ മുലിഅത്ത് ഹറസൻ, ആകാശമൊക്കെ പാറാവുകാരാൽ നിറക്കപ്പെട്ടതായിട്ട് ഞങ്ങൾ കണ്ടു. ഇപ്പം അങ്ങോട്ട് അടുക്കാൻ പറ്റണില്ല പണ്ടത്തെ പോലെ. ഷദീദൻ, ശക്തമായ പാറാവുകാർ, വശുഹുബൻ, ചെങ്കോലുകളും. ആണ്ട് ചെല്ലണോലൊക്കെ എറിയാൻ വേണ്ടിയുള്ള ചെങ്കോലൊക്കെ ഉണ്ട് ഇപ്പോൾ ആകാശത്ത്, പണ്ടതമാർക്കല്ല. വഅന്നാ കുന്നാ നഖഉദു മിന്നാ മഖായിദ ലിസ്സമ്മി, പണ്ട് ഞങ്ങൾ ആകാശത്ത് പോയി പല സീറ്റിലും ഇരുന്നിരുന്നു കേൾക്കാൻ വേണ്ടി മലക്കളുടെ സംഭാഷണങ്ങളൊക്കെ. അപ്പോൾ മലക്കളിങ്ങനെ ഓരോന്ന് പറയണൊക്കെ ഇവർ കേൾക്കും. ഇങ്ങോട്ട് ഇവരെ പൂജിക്കുന്ന പൂജകന്മാരായ മനുഷ്യന്മാർക്ക് ചില പണിക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഓൽക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കും, മലക്കളിങ്ങനെ പറയുന്നുണ്ട് ഇന്ന ആൾക്ക് ഇന്നത് സംഭവിക്കുന്നൊക്കെ. അതോടുകൂടെ പണിക്കന്മാർക്ക് ഭയങ്കര ഏതായി, മാർക്കറ്റായി. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ജയ്യൂസ, മണി കേട്ടോളി. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്നാൽ ആ നദിരിയ ഷർനുരിതമി ബംഫിൽ അറുതി അറാദബിയും റബ്ബും റഷദ, എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഞങ്ങൾക്കൊരു പിടുത്തം കിട്ടിയില്ല. പണ്ട് ആകാശത്ത് പോയിട്ട് ഇരിക്കലും കേൾക്കലൊക്കെ ഉണ്ടായിന്, ഇപ്പോൾ അതിന് പറ്റണില്ല. അപ്പോൾ ഇവിടെ പാറാവുകാരും ചെങ്കോലൊക്കെയാണ്. അപ്പോൾ ഭൂമിയുള്ളവർക്ക് ഹൈറാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഷർറാണോ എന്നൊരു പിടുത്തമൊന്നും കിട്ടിയില്ല. അന്നാ മിന്ന സാലിയൂന വ മിന്ന ദൂനതാലിക്ക കുന്ന തറായിക്ക കിത, ഞങ്ങൾ കൂടുതൽ നല്ല സൽവൃത്തരായ സ്വാലീങ്ങളായ ജിന്നുകളുണ്ടായിരുന്നു, അല്ലാത്തതും ഉണ്ടായിരുന്നു. ഞങ്ങൾ പല ടീമാണ്. അന്നാ ലമ്മ സമീനൽ ഹുദ, ആ ഹുദ ഞങ്ങൾ കേട്ടപ്പോൾ ആമന്ന ബിഹി, ഞങ്ങളത് വിശ്വസിച്ചു. വമൻ യുഅ്മിൻ ബി റബ്ബി, ആരെങ്കിലും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചാൽ ഫലാ യഖാഫു ബഖ്സൻ വലാ റഹക്കൻ. വഅന്നാ മിന്നൽ മുസ്ലിമൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. വ മിന്നൽ കാസിത്തൂന, ധിക്കാരികളുണ്ട്. ആരാ ഞങ്ങൾ പറഞ്ഞാൽ ആരെ പറ്റിയാ പറയണ പോയാമോ? ജിന്നുകളെ പറ്റിയാണ് പറഞ്ഞത്. ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. ഫമൻ അസ്ലമ, ആരെങ്കിലും മുസ്ലിമായാൽ ഫ ഉലായിക തഹറൗ റഷദ, അവൻ നേർവഴി പ്രാപിച്ചു. വമൽ ഖാസിത്തൂന ഫ കാനൂലി ജഹന്നമ ഹതബ, ധിക്കരിച്ചു പോയ ആളുകളൊക്കെ നരകത്തിൻ്റെ വിറകുകളാണ്. അങ്ങനെ ഇതൊക്കെ ജിന്നുകളാണ് ഈ പറയണത്. ഇനിയും പറയുന്നുണ്ട്. ഈ ജിന്നുകളൊക്കെ ആരാ മക്കളാ? ഇബ്ലീസിൻ്റെ മക്കളാണ്. അപ്പോൾ ഇബ്ലീസിൻ്റെ മക്കളാണ് ശൈത്താൻ എന്ന് പറഞ്ഞത്. ഇബ്ലീസിൻ്റെ മക്കൾ തന്നെയാണ് ജിന്ന് പറഞ്ഞത്. ജിന്ന് എന്ന് പൊതുവെ വിശ്വസിച്ചവർക്കാണ് പറയാം. വിശ്വസിക്കാത്തവർക്ക് ഏതെന്ന് പറയും, ശൈത്താൻ എന്നും പറയും. വിശ്വസിച്ച് വലിയ ഔലിയാക്കന്മാരായ ജിന്നുകളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ജിന്ന് ഹലറത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ കരീമാജി? കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടും ചെയ്തതിന് കണ്ടും ചെയ്തതിന് ജിന്നിൻ്റെ ഹലറത്തുണ്ട് കാരണം. മനുഷ്യന്മാരെ എനിക്ക് ജിന്നിൻ്റെ ഹലറത്തുണ്ട്, അതുകൊണ്ട് ഭയങ്കരം. ഞാനൊരിക്കലും സ്ഥലത്ത് സിയാറത്തിന് പോയപ്പോഴേ, ഒരു തെക്കനാണ്, എറണാകുളത്ത് ആലുവയിലുള്ള ആളാണ്. ഇത് വ്യാജനൊന്നുമല്ല, അയാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. വളരെ മുമ്പാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ അയാളെ സിയാറത്തിന് വന്നതിൻ്റെ ഉദ്ദേശം ഇന്നെയാണ്. ഞങ്ങൾ രണ്ടാളും മക്കാമുകളിൽ നിന്ന് യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ഒപ്പമാണ് കൂടി, ഇനി നമുക്ക് ഇന്ന മക്കാമ് പോവുക, എന്നെ മക്കാമ് പോകുക പറഞ്ഞാണ്ട് അങ്ങനെ പൊന്നാനി പുത്തമ്പള്ളി അങ്ങനെ പോയിട്ട് അവിടെയൊക്കെ ഉണ്ടല്ലോ, പൊന്നാനി വെളിയങ്കോട് പുത്തമ്പള്ളിയൊക്കെ കൂടെ ഒന്നിച്ച് പോയി. പിന്നെ അവിടെ നിന്നാണ് മറ്റേ അതിലാണ്ടൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളുണ്ട്, ഇപ്പോൾ പേര് വരുന്നില്ല പെട്ടെന്ന്.
നമ്മളിന്നാൾ അങ്ങനെയാണ്ട് പിന്നെ നേരെ കൊടുങ്ങല്ലൂർക്ക് പോയി. അതിലെങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്. കക്കടിപ്പുറം, അതിൻ്റെ ഇടയിൽ സംസുലന്മൻ്റെ ഷെയ്ഖുണ്ട്, അയിലക്കാട് എനിക്ക് ഓരോ പേര് കിട്ടണില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അയാളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ അയാളിനോട് പറഞ്ഞത്, എനിക്ക് സിയാറത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, എനിക്ക് ജിന്നിൻ്റെ അലർത്തുണ്ട്, അല്ല ഞാൻ ഭയങ്കര പെരുക്കുണ്ട്, അതുകൊണ്ട് ഭയങ്കര നഷ്ടമുണ്ട് ഞങ്ങൾക്ക് എന്നാണ്, ഭയങ്കര ചിലവുണ്ട്, ജിന്നിനെ കൊണ്ടിറക്കണോണ്ടേ എന്നൊക്കെ അയാൾ പറഞ്ഞത്. അങ്ങനെ വേറെയും പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ജിന്നിൻ്റെ ഹലറത്തുള്ള ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് വേറെ വ്യാജ പരിപാടി. അയാളൊരു ഉദ്യോഗസ്ഥനാണ്, നാടനാണ്, ഫാനും ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇൻസൈഡൊക്കെ ആക്കി നല്ല ഉദ്യോഗസ്ഥനായിട്ടാണ് അയാൾ അതുകൊണ്ട് മുതലാക്കുന്നൊന്നുമില്ല, ചൂഷണങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഈ ജിന്നുകൾ എന്ന് പറഞ്ഞ സംഗതി ആരങ്ങക്കരോ ഇബ്ലീസിൻ്റെ മക്കളാണ്. വിശ്വസിച്ചു. ഖുർആൻ കൊണ്ട് എന്തായി? റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടായ സംഭവമാണ്. പോലും ഇങ്ങനെ ആകാശത്തൊക്കെ പയ്യന്മാർക്കൊന്നുമല്ല, റസൂലുള്ള വന്നതിന് ശേഷം അവിടെ അടുക്കാൻ കഴിയണില്ല, അങ്ങനെ പോലും ഇങ്ങനെ നടക്കുകയാണ്. എന്താ സംഭവിച്ചു നോക്കാം. അപ്പോഴാണ് ആരെ കണ്ടത്? റസൂലുള്ള അങ്ങനെ പിന്നെ ഇമാം ഇന്ന് സുബഹിസ്കരിച്ചതും ഖുർആൻ ഓതുന്നതും കണ്ടു. അതിലോലും അങ്ങോട്ട് വന്നിട്ട് വിശ്വസിച്ചു. അവിടെയാണ് ആ പള്ളി ഉണ്ടാക്കിയത്, മസ്ജിദുൽ ജിന്ന് മക്കത്ത്. ഒക്കെ പോലും പ്രത്യേകം സുന്നത്താണ്. മക്കത്ത് പോകുമ്പോൾ അവിടെയൊക്കെ പോലും. എന്നായിരിക്കും മസ്ജിദ് ഷജറ ഉണ്ട് അവിടെ. ഷജറ എന്നാൽ മരം. എന്താ കാരണം? റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച മരം അവിടെയാണ്. മരത്തിനോട് വരാൻ കൊണ്ട് ഒന്നും പറഞ്ഞില്ലേ, ആ മരത്തിൻ്റെ സ്മരണക്ക് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയാണ്, മസ്ജിദു ഷജറ. സൗദി ഗവൺമെൻറ് അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എന്നമാർക്ക് ഈ ശൈത്താൻ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇബ്ലീസിൻ്റെ മക്കളാണ്. ആ കൂട്ടത്തിൽ ഈ ജിന്നുകൾ നല്ലവരുണ്ട്. എന്നവർക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആദം നബിൻ്റെ മക്കളാണ് ഈ മനുഷ്യന്മാർ. ഈ മക്കളും രണ്ടായിട്ടുണ്ട്. ചിലത് ശൈത്താന്മാരുണ്ട്, ചിലത് മോമിനിങ്ങളും. കോയമ്പിന് മനസ്സിലായോ പോയിൻ്റ്? നമ്മളെന്ത് ചെയ്യണം? മനുഷ്യരിലും ജിന്നിലും പെട്ട ശൈത്താന്മാരെ തൊട്ട് അള്ളാഹിനോട് അഭയം തരണം. അതിന് ഏറ്റവും നല്ല അഭയമാണ് ഏത്? കുല്ലായ റബ്ബിന്നാസ്. വലിയ ദുആയാണ്. അള്ളാഹുവേ, ഞാൻ എന്നോട് അഭയം തുറന്നു, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ. മനുഷ്യരിലും ജിന്നിലും പെട്ട, മനുഷ്യരുടെ മനസ്സുകളിൽ ദുർബോധനം ചെയ്ത് പിന്മാറിക്കൊണ്ടിരിക്കുന്ന. ഞാൻ അദ്വൈനോടും ചോദിക്കട്ടെ, എന്താ ഖന്നാസ് എന്ന് ചെയ്താന്ന് പറയാൻ കാരണം, പേരൊക്കാൻ കാരണം? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം മാത്രമല്ല, ഖനസ എന്ന് പറഞ്ഞാൽ പിൻവാങ്ങി പോകുക എന്നാണ്, ബേക്കടിക്കുക. അപ്പോൾ ഷെയ്ത്താൻ്റെ പേരിൽ ഖന്നാസ്, അധികമായി ബേക്കടിക്കുന്നവെന്നാണ്, അധികമായി എന്നാണ്. ഫഅാല് വസനാകുമ്പം അത് മുബാരകത്തിൻ്റെ സിയ എന്ന് പറയും. നിങ്ങൾക്ക് നാടന്മാർക്കൊന്ന് ശക്കുണ്ടാക്കലോൻ്റെ പണിയാണ്. പക്ഷേ ഖന്നാസ് എന്ന് പറഞ്ഞ പണി അർത്ഥമാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു അർത്ഥമാണ്. അതിപ്പോൾ നിങ്ങൾ ആരോ മനസ്സിലും ഇല്ല എന്ന് ഞാൻ ഉറപ്പാക്കിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അധികമായി പിന്മാറാൻ കാരണം ഈ ഹൃദയത്തിൽ, അദ്വൈജി പറഞ്ഞൊക്കെ ശരിയാണ്, ഹൃദയത്തിൽ ഇങ്ങനെ മോന്ത ഫിറ്റ് ചെയ്ത് ഇന്ന ശൈത്താന വാദിയും ഖത്മ പോലെ കൽബിബിനി ആദം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ മോന്ത ഫിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നതാണ്. ദുർബോധനങ്ങൾ ഇങ്ങനെ ചെയ്യും, ഓരോ ദുർബോധനങ്ങൾ. ഇതാ ദക്കറല്ല ഖനസ. അതിൻ്റെ ഇടയിൽ അടിമ ദിക്ർ ചൊല്ലിയാൽ ഖനസ, പിൻവാങ്ങും. ദിക്റുള്ളടത്ത് നിൽക്കാൻ കഴിയൂല. ദിക്റുണ്ടെങ്കിൽ അവിടെ ആർക്കും നിൽക്കാൻ കഴിയൂല. ശൈത്താന് പിൻവാങ്ങിക്കൊണ്ടിരിക്കും. ദിക്ർ ചൊല്ലിയാൽ മതി, പോവും. ഖനസ. വൈദാ ഗഫല, ദിക്റിനെ തൊട്ട് ഗഫലത്താണെങ്കിൽ ഇൽത്തക്കമ കൽബഹോ, ആ കൽബ് അവൻ നീമ്പി കുടിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ആ ഹൃദയം അവൻ്റെ ആധിപത്യത്തിലായിരിക്കും. ഓം പിടിച്ചോടത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ട്. ദിക്ർ ചൊല്ലിയാൽ അവൻ ഖന്നാസാണ്. വാങ്കൊക്കെ കേൾക്കുമ്പോൾ കീവായിട്ട് ഓടുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വാങ്ങ് കൊടുക്കണത് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ദിക്ർ മര്യാദയ്ക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിലും നാവിലൊക്കെ ദിക്ർ ഉണ്ടെങ്കിൽ അവിടെ ആർക്ക് പ്രവേശനമല്ല. ശൈത്താന് ഇനി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ പറഞ്ഞതാണേലും പണ്ട് പറഞ്ഞമാർക്ക് നിങ്ങളുടെ ഓർമ്മക്കുറവാണ് നമുക്ക് വലിയ എന്ത് അനുഗ്രഹം. അത് നിങ്ങൾ തന്നെ പൂരിപ്പിച്ചാൽ മതി.
ഇപ്പം നിങ്ങൾ പെരയിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽ തുലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് എല്ലാവരും പറഞ്ഞില്ലേ? കയ്യൊന്തിക്കണോ? പറഞ്ഞാലും വേണ്ടല്ലേ? അതിൻ്റെ ഗുണം എന്താണ് പറഞ്ഞാൽ? ആട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനഹാനു ഷെയ്ത്താനു, ഷെയ്ത്താൻ്റെ വൈക്കൊന്ന് മാറി നിൽക്കും. വക്കാല, എന്നിട്ട് ഷെയ്ത്താൻ പറയും, കൈഫലക്ക ബി റജുലിൻ, ഇയാളെ എങ്ങനെയാണ് സ്വീപ്പാക്കാൻ പറ്റുക? ആരോടാ പറയുന്നത്? ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനോട് പറയാണ്. ഷെയ്ത്താൻ്റെ ടീമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരാളപ്പോൾ ഒരു ഷെയ്ത്താനൊന്നുമില്ല. കത് കുഫിയ വഹുദിയ വക്കിയ, ഇയാൾക്ക് ഹിദായത്ത് കിട്ടി, ഇയാളുടെ കാര്യങ്ങളൊക്കെ നിറവേറി, ഇയാൾ കാത്തുരക്ഷിക്കപ്പെട്ടു പോയി. ഇയാളിഞ്ഞിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കാരണം ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യനെ പറയുമ്പോൾ അള്ളാഹിൻ്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് ക്ലാസ്സിന്, അല്ലെ അങ്ങാടിക്ക്, മാർക്കറ്റിക്ക്, അല്ലെ പണിക്ക്, പീടിയേക്ക്, കല്യാണത്തിന് പോകണം. ഞായറാഴ്ച അല്ലേ, കല്യാണത്തിനൊക്കെ പോകല്ലെന്ന് അപ്പോഴും പറയാം അള്ളാഹിൻ്റെ പേര് കൊണ്ട് ബർക്കത്തെടുത്ത് ഞാൻ എന്താകാണ്, പോവാണ്. എന്നിട്ട് എന്താ പറയണത്? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹിൻ്റെ മേൽ തവക്കുലാക്കി. കല്യാണത്തിന് പോനേ നമുക്ക് കഴിവുണ്ടോ? ലാ ഹൗല വലാ ഖുവത, ഒരു അനക്കം പോലും അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇല്ല. ഒരു ചവിട്ടടി വെക്കാൻ എനിക്ക് കഴിയൂല. ആരെ കഴിവ് വേണം? ഇതല്ല പറയൽ. അങ്ങനെയാണ് പറയുമ്പോഴാണ് പറഞ്ഞാൽ, അതെ നമ്മളിങ്ങനെ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് എന്തായി പറയണതും അറിയില്ല, എന്താണെന്ന് പറയാതെ അങ്ങനെ പറയണമാർക്കല്ല. ശൈത്താൻ ആ റൂട്ടിൽ നിന്ന് മാറിയാണ് നിൽക്കും. ഞങ്ങനെ ഓരോ ദിക്റും തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. അവിടെ റസൂലുള്ളാഹി ഹദീസ് പറഞ്ഞ എങ്ങനെയാണ്? വീട്ടിൽ കയറുമ്പോൾ ഒരാൾ അള്ളാഹിൻ്റെ ദിക്ർ ചൊല്ലി കയറിയാൽ ശൈത്താൻ പറയില്ല മബീത്തലൊക്കെ ഇവിടെ പാർക്കാൻ പറ്റില്ല കേട്ടോ. ആ ദിക്ർ എന്താണെന്നോടെ പറഞ്ഞിട്ടില്ല. ഒരാൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന് കയറുമ്പം ദിക്ർ ചൊല്ലിയിട്ട് കയറുകയാണെങ്കിൽ ശൈത്താൻ പറയില്ല മബീത്തലൊക്കും നമുക്ക് പറ്റിയ പേരല്ല കേട്ടോ. എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ദിക്ർ ചൊല്ലിയാൽ ശൈത്താൻ പറയും വല്ല അശാലക്കും, ഇവിടെ നമുക്ക് അത്താവില്ല കേട്ടോ, ഇവിടുത്തെ ഫുഡിൽ നമുക്ക് പങ്കുചേരാൻ പറ്റില്ല. പിന്നെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടും രാത്രി. അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണെങ്കിൽ ശൈത്താൻ അതിൽ പങ്കുണ്ടാവില്ല. ലോ അന്ന ആയതക്കും ഇതാ അത്ത ആവുലഹു, ഒരാൾ തൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഫക്കാല പറഞ്ഞ ബിസ്മില്ലായി അള്ളാഹുമ്മ ജന്നിബിന് ഷെയ്ത്താൻ ജന്നിബ് ഷെയ്ത്താനമ്മ റസക്തന എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ടാൽ ഫഖുദി ബൈനവുമാ വലതുൻ, ആ ബന്ധത്തിൽ മക്കളുണ്ടാവാൻ അല്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ലം യല്ലറു ഷെയ്ത്താൻ, ആ മക്കൾക്ക് ഷെയ്ത്താൻ്റെ യാതൊരു ബുദ്ധിമുട്ടും. നേരെ മറിച്ച് ദിക്റൊന്നും ചെല്ലാതെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുകയാണെങ്കിൽ ഷെയ്ത്താൻ്റെ ശുക്ലത്തെ ഇവൻ്റെ ശുക്ലത്തിലേക്ക് അവൻ കൂട്ടിച്ചേർക്കുന്നതാണ്. ആ കുട്ടികളിലൊരു പങ്ക് ആർക്കുണ്ടാവും? ഷെയ്ത്താനുണ്ടാവും. ഖുർആനിലുള്ളതാണ്. വശാരിക്കഹും ഫിൽ അംവാലി വൽ ഔലാദ്, അവരുടെ മക്കളിലും സമ്പത്തിലൊക്കെ നീ പോയിട്ട് കൂറായിക്കോ. ഖുർആൻ്റെ ആയത്താണ്. അങ്ങനെ ഒരു ചാൻസ് ഷെയ്ത്താൻ കിട്ടും. മക്കളിലും കൂറാൻ കഴിയും, സമ്പത്തിലും കൂറാൻ കഴിയും. ദിക്ർ ചൊല്ലിയാൽ അടുക്കാൻ കഴിയില്ല. അള്ളാൻ്റെ പേരുണ്ടല്ലോ, അള്ളാൻ്റെ ദിക്ർ ചൊല്ലിയാൽ ഷെയ്ത്താൻ അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. അവിടെ ഇനി മറക്കണ്ട കോയമോ, ഹന്നാസ് എന്ന് പറഞ്ഞ അർത്ഥം അധികമായി പിന്മാറുന്നവൻ എന്നാണ്. എന്താണ് ഷെയ്ത്താൻ അങ്ങനെ പേര് പറയാൻ കാരണം? നല്ല മോമിനികൾ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും, അപ്പോഴൊക്കെ അവൻ പിന്മാറിക്കൊണ്ടേയിരിക്കും, അധികം പിന്മാറിക്കൊണ്ടേയിരിക്കും. ദിക്ർ ഇല്ലെങ്കിൽ ഗഫലത്താണ്, എങ്കിൽ അവിടെ ഷെയ്ത്താൻ്റെ ആധിപത്യമായി. അപ്പോൾ എന്താ പറയണമെന്ന് അറിയങ്ങൾ? മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറയാണ് വൈദാ ഹലോ ഇലാ ഷയാത്വീനിഹിം, അവരുടെ ഷെയ്ത്താന്മാരൊക്കെ ഉള്ള അവർ തനിച്ചായാൽ ഖാലു, അവർ പറയും ഇന്നാ മാക്കും, ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഇന്നമാ നയനും മുസ്തസിയൂൻ, ഞങ്ങൾ അവരെ പരിഹസിക്കുകയാണ് മുഅ്മിനീങ്ങളെ. എന്ത്? ഞങ്ങൾ മുഅ്മിനാന്ന് പറയില്ല, മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അതൊക്കെ കളിയാക്കാൻ പറയാണ്. ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. ഈ സ്വഭാവം അല്ലാഹു തആലക്ക് തീരെ ഇഷ്ടമല്ല. അബൂജഹലൊക്കെ കാര്യം എന്തായാലും ഞാനൊരു കാഫറാന്ന് അങ്ങനെ തന്നെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിലാറെ ഇരപ്പാണത്. അള്ളാഹ് പറയാണ് അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു തആല അവരെ പരിഹസിക്കും.
വയമുദ്ദുഹും അള്ളാഹുത്തൽ അവരെ നീട്ടിയിട്ട് കൊടുക്കും ഫീ തുഗ്യാനിയും അവരുടെ ധിക്കാരത്തിൽ യമഹോൻ അവരൊരു ഉറച്ച വിശ്വാസമില്ലാതെ എടാട്ടത്തിൽ 50-50 നിൽക്കുന്നത്. ഇത് ശരിയാണോ അല്ലേ എന്നിങ്ങനെ ഒരു തോന്നൽ. ചിലരൊക്കെ മുഅ്മിനായിട്ട് പിന്നെ മുനാഫിക്കായി പോയതാണ്, ചിലർ ആദ്യം തന്നെ മുനാഫിക്കാണ്. അപ്പോൾ ഓൾക്ക് ഇത് ഒരു ഉറപ്പിട്ടിട്ടില്ല. റസൂലി പറഞ്ഞൊക്കെ സത്യമാണോ അല്ലേ എന്നിങ്ങനെ ഒരു ആശങ്കയിലാണ് അവരുള്ളത്. അതിനാണ് യമഹൂൻ എന്ന് പറയാം. മുഅ്മിനുക്ക് ഇങ്ങനെ അള്ളാഹിനെയും റസൂലിനെയും കണ്ടമാർക്കുള്ള അള്ളാഹിനെയൊക്കെ കണ്ടമാർക്കുള്ള വിശ്വാസമാണ്. ഒരു ഡൗട്ടോടെ അതുകൊണ്ടുള്ള നല്ല മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞുകൊടുത്ത് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി സുമ്മലം യർതാബൂ. സുമ്മലം യർതാബൂ പറഞ്ഞാൽ എന്താ? സംശയമേ ഇല്ല, വിശ്വസിച്ചിട്ട് യാതൊരു സംശയവും. അങ്ങനത്തെ ആളുകൾ വജാഹദൂബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യും, ഒരു സംശയമില്ലെങ്കിൽ. ഉലൈക ഹും സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധരായ വിശ്വാസികൾ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തട്ടെ. നമുക്ക് ആ കൂട്ടത്തിൽ പെടാനും പറ്റും, മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെടാനും പറ്റും. മുത്തക്കിങ്ങളെ പറ്റി പറഞ്ഞത് ഞാൻ പറഞ്ഞു, അല്ലദീന യുമിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കുക. യുഖീമൂന സ്വലാത്ത, ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം കർമ്മം കൊണ്ടുള്ള സാക്ഷ്യം രണ്ടെണ്ണമാണ്. ഒന്ന് നിസ്കാരം നിലനിർത്തുക, ജമാഅത്തായിട്ട് അവ്വൽ വക്തിൽ നിസ്കരിക്കുക, വേറെ കട്ടകാലൊന്നും ഇല്ലെങ്കിൽ. രണ്ടാമത്തേത് മിമ്മ റസഖനാവും, നാം നൽകിയതിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കണം. ഉളിയത്തൊക്കെ ഇറക്കണം കൈയുള്ള ആളുകൾ. കൈയുണ്ടായിട്ട് ഒന്ന് ഇറക്കണമെന്നില്ലെങ്കിൽ ചിലപ്പോൾ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലല്ല പെടുക, സംശയമുള്ള മുഅ്മിനീങ്ങളെ കൂട്ടത്തിലാണ് പെടുക. സംശയമുള്ള മുഅ്മിനീങ്ങൾക്കാണ് മുനാഫിക്കീങ്ങളെന്ന് പറയാം. ഇവർക്ക് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിക്കി, അത് മുനാഫിക്കിൻ്റെ നിസ്കാരമാണെന്ന് 3 വട്ടം പറഞ്ഞു. അത് കപട വിശ്വാസിയുടെ നിസ്കാരമാണ്. ഏതാണ് നിസ്കാരം? അതൊരാളാണ്, അവനിങ്ങനെ സൂര്യനെ നോക്കി ഇങ്ങനെ നിൽക്കും. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറാവുമ്പോൾ നീച്ചിട്ട് നിസ്കരിക്കും. 4 കൊത്ത് കുത്തും. ആ നിസ്കാരമൊക്കെ മുനാഫിക്കിൻ്റെ നിസ്കാരമാണ്. മുഅ്മിൻ്റെ നിസ്കാരം ഏതാണ്? യുഖീമൂന സ്വലാത്ത, നിസ്കാരം അതിൻ്റെ മുറ പോലെ വക്തിന് അവ്വൽ വക്തിന് ജമാഅത്തായിട്ട് തന്നെ, യാത്രയിലോ രോഗത്തിലോ അങ്ങനത്തെ ഏതിലോ ഉതിറൊന്നും ഇല്ലെങ്കിൽ അവ്വൽ വക്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കും. അത് ഇതിൻ്റെ അടയാളമാണ്. യുഅ്മിനൂന ബിൽ ഗൈബിൻ്റെ സംശയമില്ലാത്ത വിശ്വാസത്തിൻ്റെ അടയാളമാണോ? അപ്പോൾ അവൻ്റെ വിശ്വാസം കൂടി വരും ചെയ്യും. അങ്ങനെ ഒരാൾ വാങ്ങണ കേട്ടപ്പോൾ തന്നെ റിസ്ക് എടുത്ത് പള്ളിക്ക് പോയി. ചിലപ്പോൾ ഉറക്കിങ്ങനെ വരുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ കച്ചവടം അങ്ങനെ മുറുകണ സമയത്തേക്കാരം മക്കൾ മാറ്റി വെച്ചിട്ട് പള്ളിക്കാണ് ഓൻ ഈമ അങ്ങനെ കൂടി വരും ചെയ്യും. ഓൻ അല്ലാഹുതആല കണക്കാക്കിയ റുപ്യന് കിട്ടാതെ പോയിട്ടില്ലേനും. നിസ്കാരം ഖളാക്കിയനോടെ കച്ചവടം ചെയ്താലും അള്ളാഹ് കണക്കാക്കാത്ത റുപ്യന് കിട്ടൂല. അവൻ ഈമാനാണ്, അള്ളാഹിൻ്റെ മേലാണ് തവക്കുൽ. മനസ്സിലായോ? അള്ളാഹ് പറയുന്നത് അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹ് അവരെ നാളെ പരിഹസിക്കും. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവർക്കുള്ള ഈ യടാട്ടമായ നിലക്ക് തന്നെ അവരുടെ ധിക്കാരത്തിൽ അള്ളാഹ് അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുന്നതാണ്. അള്ളാഹുവിനെ പരിഹസിക്കുന്നതാണ് എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. അള്ളാഹുവിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. അഖ്ബറ തആല, അള്ളാഹ് പറയണം, അന്നഹു ഫായിലും ബിഹിം ദാലിക, ഈ പരിഹസിക്കുക എന്നുള്ള പണി നാളെ അല്ലാഹു തആല അവരെ കൊണ്ട് ചെയ്യും. യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. ഫീ ഖൗലി തആല, അള്ളാഹ് പറഞ്ഞില്ലേ സൂറത്ത് ഹദീദിൽ, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു, നല്ലോണം കേട്ടോളേ, കപടവിശ്വാസികളും കപടവിശ്വാസിനികളും പറയുന്ന നാളിൽ ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളോട് പറയാം, ഉൻദുറൂന, നിങ്ങൾ ഞങ്ങളെ ഭാഗത്തേക്കൊന്ന് നോക്കണേന്ന്, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങൾ അല്പം പകർന്നെടുത്തോട്ടേന്ന്. ഇതെന്താണെന്ന് മനസ്സിലായോ?
മനസ്സിലായോ എന്തിനാ അങ്ങനെ പറയണമെന്നുള്ളത്? മനസ്സിലായില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അതായത് മോമിനിങ്ങളെ നാളെ ഖിയാമത്ത് നാൾ വരുമ്പോൾ മോമിനിങ്ങൾക്ക് നല്ല വെളിച്ചമുണ്ടാവും. ഇതിൽ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കി. വെളിച്ചം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അവരെ കർമ്മത്തിൻ്റെ ഫലമായി ഭയങ്കരമായ വെളിച്ചം. ഏതുപോലെ എന്നറിയാം നിങ്ങൾ? മല പോലത്തെ വെളിച്ചമുണ്ടാവുന്നതാണ്. കർമ്മത്തിൻ്റെ തോതനുസരിച്ച് ഭയങ്കരമായ വെളിച്ചം ഉണ്ടാവും എന്ന് പറയേണ്ട ഹദീസിൽ. ഇവിടെ തഫ്സീൽ അത് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണില്ല. ചിലർക്കൊരു മലൻ്റെ അത്ര വന്ന് വെളിച്ചം മുമ്പിലുണ്ടാവും, ചിലർക്ക് കുറഞ്ഞ വെളിച്ചമുണ്ടാവും, ചിലർ വെളിച്ചം കെടും ചെയ്യും. കുറഞ്ഞ ഒരു കാലിൻ്റെ ചെറുവിരലിൻ്റെ മുകളിലുള്ള ചെറിയ വെളിച്ചം പോലത്തെ വെളിച്ചമൊക്കെ ചിലർക്ക് ഉണ്ടാവുള്ളൂ. ഓനത്ര കർമ്മം ഉണ്ടാവുള്ളൂ. നൂറും യസാബൈന ഐദിയും വബി ഐമാനിയും എന്നൊക്കെ ഉണ്ടല്ലോ ഖുർആനിൽ. അവരെ വെളിച്ചം അവരുടെ മുൻഭാഗത്തും വലതുഭാഗത്തും അങ്ങനെ പരക്കും എന്നൊക്കെ പറഞ്ഞ ആയത്തുകളുണ്ട്. അത് പല സ്ഥലത്തും ഖുർആൻ പറയുന്നുണ്ട്. ഈ സൂറത്ത് അതീതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർമ്മത്തിൻ്റെ തോതനുസരിച്ച് തോനെ വെളിച്ചമുള്ളവരുണ്ടാവും, കുറച്ച് വെളിച്ചമുള്ളവരുണ്ടാവും. മുനാഫിക്കങ്ങൾക്ക് ഒരു പൊടി വെളിച്ചം ഉണ്ടാവില്ല അവിടെ പരലോകത്ത്. അവിടെ പല കടമ്പകളും തരണം ചെയ്യാനുണ്ട്, വെളിച്ചം ഉണ്ടാവില്ല. സൂര്യനും ലൈറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. മുഅ്മിനീങ്ങൾക്ക് കിട്ടണമെങ്കിൽ വെളിച്ചം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ ഈ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് മുനാഫിക്കീങ്ങൾ പറയും, നിങ്ങളൊന്ന് ഞങ്ങളെ ഭാഗത്തേക്ക് നോക്കി, ഉന്ദുറൂന്ന, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കണേ, നക്തബിസ്മിന്നൂരിക്കും, നിങ്ങൾ വെളിച്ചം ഞങ്ങൾ കുറച്ച് പകർന്നെടുത്തോട്ടേന്ന്. അപ്പോൾ കീല പറയപ്പെടും, ഇർജിയോ വറാക്കും, നിങ്ങൾ പുറകിലേക്ക് മടങ്ങിപ്പോയിക്കോളി എന്ന് മലക്കൾ പറയാണ്. ഫൽത്തമിസു നൂറ, എന്നിട്ട് അവിടെ എവിടെയും വല്ല വെളിച്ചം കിട്ടും നിങ്ങൾ നോക്കിക്കോളി എന്ന് പറയും. ഫദുരിബ ബൈനഹും ബിസൂരിൻ, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു മതിൽ വരും. പെട്ടെന്ന് മോമിനീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും ഇടയിലൊരു മതിൽ, ഒരു സൂറ്. ലഹു ബാബുൻ, അതിനൊരു ഡോറൊക്കെ ഉണ്ടാവും, വാതിലുണ്ടാവും. ബാത്തിനു ഫീ റഹ്മ, അതിൻ്റെ ഉള്ളിൽ റഹ്മത്താണ്, സ്വർഗമാണ്, കാരുണ്യമാണ്. വല്ലാഹിറു, ആ മതിലിൻ്റെ ഇപ്പുറത്ത് മിൻ കിബലിൽ അദാബ്, ആ ഭാഗത്ത് ശിക്ഷയാണ്, നരകമാണ്. അപ്പോൾ അവർ മോമിനീങ്ങളുടെ ഇടയിൽ ഒരു മതിൽ വരും, മതിലിൻ്റെ അപ്പുറത്ത് സ്വർഗമാണ്, ഇപ്പുറത്ത് നരകമാണ്. ആ നരകത്തേക്കാവും ആര്? മുനാഫിക്കീങ്ങൾ. മോമിനീങ്ങളോ സ്വർഗത്തിലാവും ചെയ്യും. ഇത് അല്ലാഹ് ഓലൊരു കളിയാക്കലാണ്. അല്ലാഹ് അവരെ പരിഹസിക്കുന്നതിൻ്റെ രൂപമാണിത്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചൊക്കെ ചെയ്യും, ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെ ആയിരുന്നില്ലേ, ഞങ്ങൾ നിസ്കരിക്കാനൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഹദീസിലൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. അതുകൂടി നിങ്ങൾ കേൾക്കണം. അല്ല, ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെ ആയിരുന്നില്ലേ, ഞങ്ങൾ നിസ്കരിച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, പള്ളിയിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നല്ലോ, ഞങ്ങളും ഖുർആൻ ക്ലാസ്സിനൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഒക്കെ ഉണ്ടാവും. മുനാഫിക്കീങ്ങളുണ്ടാവും. അൽ ഹദീദ് സൂറത്തിൽ അല്ലാഹു തആല അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യുനാദൂനഹു എന്നാണ് ബാക്കി കൊയമോ. യുനാദൂന, ഈ മുനാഫിക്കീങ്ങൾ വിളിക്കും ഹും മോമിനീങ്ങളെ, വിളിച്ചിട്ട് ചോദിക്കും, അലം നക്കും മയക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ. മുനാഫിക്കീങ്ങളും മോമിനീങ്ങളൊപ്പം തന്നെയല്ലേ, പള്ളിയിലുണ്ടാവും, യുദ്ധത്തിനും പോരും. കാലു, അപ്പോൾ മോമിനീങ്ങൾ പറയും, ബല, ഉണ്ടായിരുന്നു, വലാക്കിന്നക്കും ഫത്തൻത്തും അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ സ്വന്തം നഫ്സിനെ പിത്തനയാക്കി. ഓ തൊറബസ്തും, നിങ്ങൾ നോക്കി പാർക്കുകയായിരുന്നു. മോമിനീങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നത് ഇങ്ങനെ അതിന് കാത്തുക്കുക നിങ്ങൾ. ഒപ്പം ഇങ്ങനെ യുദ്ധത്തിനൊക്കെ പോരും. ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പരുക്കുണ്ടാക്കാൻ നോക്കും. ഒരു പരുക്കും ഏൽക്കാൻ അവർ തയ്യാറാകില്ല. ബഗറത്തുക്കുമില്ല മാനിയോ, നിങ്ങളുടെ മോഹങ്ങളും അഭിലാഷം നിങ്ങൾ ചതിപ്പെടുത്തി. എത്താജ അമ്രുള്ള, അങ്ങനെ അള്ളാഹിൻ്റെ കൽപ്പനപ്പോൾ വന്നു കാര്യം. ബഗറക്കും ബില്ലാഹിൽ ഖറൂർ, മഹാവഞ്ചകൻ അള്ളാഹിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു. ആരാ? ശൈത്താനേ. ഫൽ യൗമല യൂഖദു മിൻകും ഫിദിയത്തുൻ, ഇന്ന് നിങ്ങളിൽ നിന്ന് യാതൊരു തണ്ടവും സ്വീകരിക്കൂല. വലാമിനല്ലദീന കഫറു, സത്യനിഷേധികളിൽ നിന്നും. മഅ്വാക്കുമുൻ നാറു, നിങ്ങൾക്കുള്ള സങ്കേതം നരകമാണ്. യ മൗലാക്കും,
വബിഇസൽ മസീർ, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സങ്കേതവും താവളവും ആ നരകമാണ് എന്ന് മുനാഫിക്കുകളോട് പറയും ചെയ്യും. ഇതുപോലെ ഒരു പരിഹസിക്കണേൻ്റെ ഒരു രൂപമാണ് എന്ന്. ഇതാണ് അള്ളാഹുത്താല പോലെ പരിഹസിക്കുന്നതിൻ്റെ അർത്ഥം. വെളിച്ചങ്ങനെ കാണിച്ചു കൊടുക്കുക, ഓല് ചെല്ലുമ്പോൾ കേടുക, അങ്ങോട്ട് ഓല് നേരെ നരകത്തേക്കാണ് പോവുക, ഓലയിടയിൽ ഒരു മതിൽ വരിക. ഇതൊക്കെ ഒരു കളിയാക്കണമാർക്കാണ്. കേട്ടോ. പിന്നെ ഇതിന് വേറെ അർത്ഥമുണ്ട്. അള്ളാഹുത്താല കളിയാക്കുന്ന പറഞ്ഞാൽ ഇവിടെ കളിയാക്കിയുള്ള തിരിച്ചടി അള്ളാഹുത്താല കൊടുക്കും എന്നും ഒരർത്ഥം പറയുന്നുണ്ട്. രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട് തഫ്സീറിൽ. ഇനി നിങ്ങൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? വയമുദ്ദുഹും ഫി തുഗ്യാനിഹിം യമഹൂൻ, അവരുടെ ധിക്കാരത്തിൽ അള്ളാഹുത്താല അവരെ നീട്ടിയിട്ട് കൊടുക്കും. മനസ്സിലാണോ മനു? നീട്ടിയിട്ട് കൊടുക്കുന്നതാണ്, മനസ്സിലായോ? ഓലിങ്ങനെ നിഫാക്കും കാബട്ടൊക്കെ ആയിട്ട് നടക്കുമ്പോഴും ഓൽക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹുത്താല ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓൽക്ക് പെട്ടെന്നൊരു അടിയൊന്നും കൊടുക്കൂല. ഒരു കേടിനത്ര കേടെന്ന് വെച്ചിട്ട് അള്ളാഹുത്താല അങ്ങനെ പിന്തിച്ചിട്ട് കൊടുക്കും. അഥവാ അതിൽ മടങ്ങണോട് മടങ്ങും ചെയ്തോട്ടെ. ഉടനടി ശിക്ഷ സ്വീകരിക്കുക എന്നുള്ള പരിപാടി ആർക്കില്ല? അള്ളാഹുത്താലക്കില്ല. എപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മളത്. അതിൻ്റെ പേര് ഇസ്തിദ്റാജ് എന്നാണ്. ഇവിടെ നോക്കി, ഇതിൽ പറയുന്നൊരു സംഭവം എന്താണെന്നറിയോ? ഈ നീട്ടിയിട്ടെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വേറൊരു ആയത്തൂടെ പറഞ്ഞത് നല്ലോണം ശ്രദ്ധിച്ചോളണം. അത് സൂറത്ത് മുഅ്മിനൂനയുടെ 55-ാമത്തെ ആയത്താണ്. അയഹ്സബൂന, ഈ നിഷേധികൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വ ബനീന, അവർക്ക് മക്കളെയും സമ്പത്തിനെയും നാം ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കണതൊക്കെ നുസാരിയു ലഹും ഫിൽ ഖൈറാത്തി, അവർക്ക് നാം ധൃതി കൂട്ടി ഹൈർ ചെയ്യാനെന്ന് അവർ കരുതുന്നുണ്ടോ? ബല്ല യഷറൂൻ, ഓല അറിയണില്ല. ഉറങ്ങാണല്ലോ കരീമാജി. കാഫിര്യങ്ങൾക്ക് അല്ലെങ്കിൽ ശത്രുക്കൾക്ക്, നിരീശ്വരവാദികൾ, ഇവ അള്ളാഹു തആലാനെ കളിയാക്കിയും പരിഹസിച്ചൊക്കെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, നിരീശ്വരവാദികൾ. ഓർക്കൊക്കെ ഐഹികമായ സൗകര്യങ്ങളൊക്കെ അള്ളാഹു തആല വാരിക്കോരി കൊടുക്കുകയാണ് ചെയ്യുക. അത് കാണുമ്പോൾ അത് ഓൾക്ക് ഹൈറാണ് എന്നോലും എന്താക്കണ്ട, കരുതണ്ട. ഇങ്ങോട്ട് നോക്കി, ആ യഹ്സബൂന, അവർ കരുതുന്നുണ്ടോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വ ബനീന, അവർക്ക് നാം സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമ്പത്തും സന്താനങ്ങളുമൊക്കെ നുസാരിയു ലഹും ഫിൽ ഖൈറാത്തി, അവർക്ക് ഖൈറാത്ത് നാം ധൃതി കൂട്ടി ചെയ്യാമെന്നവർ കരുതുന്നുണ്ടോ? ബല്ല യശ്റൂൻ, ഓൾക്ക് അറിയണില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ അതിൻ്റെ പേരെന്താണെന്നറിയോ? അള്ളാഹനെ ധിക്കരിക്കുമ്പോഴും നിഷേധിക്കുമ്പോഴും ഐഹികമായ സൗകര്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതിൻ്റെ പേര് നസ്തദ്രിജുഹും മിൻ ഹൈഥു ലാ യഅലമൂൻ, അവരറിയാത്ത ഭാഗത്തുള്ളവർക്ക് നമ്മൾ ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്നാൽ ചൂണ്ടൽ എന്നാണ്. അയച്ചിട്ട് കൊടുക്കാം. ചൂണ്ടലിടുമ്പോൾ കൊത്തുമ്പോത്തിന് വലിക്കൂല, അയച്ചങ്ങനെ. അതിൻ്റെ പേര് ഇസ്തിദ്റാജ് എന്നാണ്. വേറെ ആയത്ത് ഇപ്പം ഞാൻ ചോദിച്ചു, അന്നാമ സൂറത്തിലെ 44-ാമത്തെ ആയത്താണ്. ഒരു ആയത്തും കൂടിയും പറഞ്ഞിട്ടുണ്ട്, അന്നാമിലെ 110-ാമത്തെ ആയത്ത്. എന്താണെന്നറിയോ? അന്നാമിലെ 44-ാമത്തെ ആയത്ത്. അതെങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? ഫലമ്മ നസൂമ ദുഃഖിറൂബി, പണ്ടുള്ള ചില ആളുകൾക്കൊക്കെ ശിക്ഷ ഇറങ്ങിയതിനെ പറ്റി പറയാണ് കരീമാജി. ഫലമ്മ നസൂമ ദുഃഖിറൂബി, ഉത്ബോധിപ്പിക്കപ്പെട്ടതൊക്കെ അവർ വിസ്മരിച്ചപ്പോൾ ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെ കവാടങ്ങളും ഞാൻ തുറന്നു കൊടുത്തു അവർക്ക്. നിഷേധികൾക്ക് അനുഗ്രഹങ്ങളുടെ കവാടങ്ങളൊക്കെ തുറന്നാണ് കൊടുക്കുകയാണ് ചെയ്തത്. കേട്ടോ, ഹത്തായിദ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ അവർ മതിമറന്ന് ആഹ്ലാദിച്ചപ്പോൾ അഹദ്നാഹും ബഗ്തത്തൻ, പെട്ടെന്ന് നാം അവരെ പിടികൂടും ചെയ്തു. ഫൈദാഹും മുബിലിസൂൻ, അപ്പോൾ അവർ മുബിലിസിങ്ങളായി. ഇബിലീസുകാരന്മാർക്ക് തന്നെ നിരാശരായി സ്തബ്ധരായി പോയി എന്നുള്ളതാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു പുറത്തല്ലാത്ത ഉണ്ടല്ലോ, സ്തബ്ധരാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് മുബിലിസു എന്ന് പറയുക. ഇബിലീസിൻ്റെ പേര് തീന്ന് വരുന്നതാണ്. പറ്റും നിരാശനായമെന്നുള്ള അർത്ഥത്തിനാണ്. ഇനിയൊരു രക്ഷയില്ല, പ്രതീക്ഷയുടെ ഒരു വഴിയും കാണാതെ ഉണ്ടല്ലോ ആളുകൾ ഇങ്ങോട്ട് സ്തംഭിച്ചു പോണ്. ആ അവസ്ഥക്കാണ് അത് പറയാം. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിഷേധികളും ധിക്കാരികളായ ആളുകൾ ഓരോട് നിഷേധം തുടങ്ങുമ്പോഴത്തേനും അല്ലാഹു തആല ശിക്ഷ കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോഴൊക്കെ എന്താ ചെയ്തത്? തുറന്നു കൊടുക്കുക ചെയ്തത്.
എല്ലാ ഖൈറിൻ്റെ വഴികളും അവർക്ക് തുറന്നങ്ങനെ കൊടുത്തു. അപ്പോൾ എത്രത്തോളം പേക്കണോ അത്രത്തോളം പേച്ചോട്ടെ വെച്ചിട്ട് അല്ലാഹു തആല വാതിലൊക്കെ അവർക്ക് തുറന്നു കൊടുത്തു. അവസാനം എല്ലാം അവർ വിസ്മരിച്ചപ്പോൾ എത്തായത ഫരിഹു ബിമാ ഊത്തു നൽകപ്പെട്ടത് കൊണ്ട് മതിമറന്നപ്പോൾ അഹദനാവും ബഗ്തത്തൻ പെട്ടെന്ന് നാം അവരെ പിടികൂടി. ഫൈദാഹു മുബലിസോൻ അപ്പോൾ അവർ സ്തബ്ധരായി. ഇപ്പോൾ കുത്തിയ ദാബുൽ കൗമില്ലദീന ദലമു അക്രമികളായ ആളുകളെ വേരോടെ നശിപ്പിക്കപ്പെട്ടു. ഒറ്റൊന്നിനെ ബാക്കി വെച്ചില്ല അല്ലാഹു തആല. അങ്ങനെയാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതക്ക് ഉണ്ടായത്. ഫിറോൻ്റെ ടീമിനും അങ്ങനെ തന്നെ സംഭവിച്ചത്. അതിൻ്റെ ഇടയിലുള്ളവർക്കൊക്കെ സംഭവിച്ചത് അത് തന്നെയാണ്. അതിൽ അവസാനത്തെ ആൾ ഫിറോനാണ്. ആദ്യത്തെ ടീം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയാണ്. രണ്ട് കൂട്ടരും വെള്ളത്തിൽ മുക്കി കൊന്നൊക്കെയാണ്. വെള്ളമാവട്ടെ മനുഷ്യൻ്റെ വളരെ അനിവാര്യമായൊരു ജീവിതോപാധിയാണ്. അതാണ് രണ്ടു കൂട്ടർക്കും ശിക്ഷയായിട്ട് വന്നത്. അള്ളാൻ്റെ ഒരു ഹിതം ഉണ്ടായപ്പോൾ മനസ്സിലാണെങ്കിൽ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നമ്മളിപ്പോൾ ഞാനെപ്പോഴും പറയലുണ്ട്, ഒരു നാടൻ പറച്ചിൽ ബലാലിനാണ് ബർക്കത്ത് എന്നൊക്കെ പറയും. അള്ളാനെ ധിക്കരിച്ചിങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാ ബർക്കത്തും അല്ലാഹു തആല അങ്ങനെ. അപ്പോൾ അന്തല്ലാത്തവൻ പറയും ഓനിപ്പേ ഇല്ല ഖൈറാണ് ബർക്കത്താണ് റഹ്മത്താന്നൊക്കെ പറയും. സംഭവം എന്താണ്? ശിക്ഷക്കുള്ള തുറക്കാണ്. മനസ്സിലാണ്ട റാസിദ്? ഈ ഖുർആനൊക്കെ കൊണ്ടുവരണം നമ്മൾ തന്നെ ചിലപ്പോൾ എന്തല്ലാതെ പറയും ഓൻ ഇപ്പോൾ വലിയ റഹ്മത്തിലാണ് വലിയ ഖൈറിലാണ്. ഖൈർ അതൊന്നുമല്ല. ഖൈർ എന്താണെന്നുള്ളത് ഞാൻ ആ ഓതിയ സൂറത്ത് മുഅ്മിനൂൻ്റെ 55 ശേഷം പറയുന്നുണ്ട്. ഇന്നല്ലദീനഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. റബ്ബിനെ പേടിച്ച് വിറകൊള്ളുന്ന മുഅ്മിനീങ്ങൾ. വല്ലദീനഹും ബി ആയാത്തിഹിം യുഅ്മിനൂൻ. ബി ആയാത്തി റബ്ബി യുഅ്മിനൂൻ. റബ്ബിൻ്റെ ആയത്തുകൊണ്ട് വിശ്വസിക്കുന്ന, റബ്ബിനെ കൊണ്ട് ശിർക്ക് ചെയ്യാത്ത. വല്ലദീന യൂത്തൂന മാ ആതോവ ഖുലൂബുഹും വജിലത്തുൻ. എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ പേടിച്ച് വരച്ചുകൊണ്ട് കൊടുക്കുന്ന ആളുകൾ. അന്നവും ഇലാ റബ്ബിയും റാജിയും, നാളെ റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണല്ലോ എന്നുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പേടിച്ച് കൊടുക്കുന്ന ആളുകൾ. ഉലായിക്ക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരാണ് ഖൈറാത്തിലേക്ക് മുന്നേറുന്ന ആൾ. ഓൽക്കാണ് ഖൈറുള്ളത്. അല്ലാതെ കുറേ മക്കളും മുതലൊക്കെ ഉണ്ട് വെച്ചിട്ട് എന്താണെന്ന് കരുതണ്ട ഖൈറാന്നൊന്നും. ഇതാ റഅയ്തുമുല്ലാഹ ഇതാ റഅയ്തല്ലാഹ. അള്ളാനെ നീ കണ്ടാൽ യുവത്തി റജുല ഒരാൾക്കിങ്ങനെ വാരിക്കോരി കൊടുക്കുന്നു. അലാ മഅസിഹി അവൻ തെറ്റുകൾ ചെയ്യുമ്പോഴും. അവൻ ചെയ്യണമൊക്കെ എന്താണ്? തെറ്റുകളാണ്. അപ്പോഴും ഓൻ അല്ലാഹു തആല വാരിക്കോരി കൊടുക്കണ കണ്ടാൽ ഫോ ഇസ്തിദ്റാജുൻ. അതിൻ്റെ പേരാണ് എന്തെന്ന്? ഇസ്തിദ്റാജ്, ചൂണ്ടൽ. അപ്പോൾ ഇവിടെ മുനാഫിക്കുകളെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് അതാണ്. എന്താ പറഞ്ഞത്? അല്ലാഹു യസ്തഹസിഉ ബിഹിം. അല്ലാഹു തആല അവരെ പരിഹസിക്കും. വയമദ്ദുഹും ഫീ തുഗ്യാനിഹിം. അവരുടെ ധിക്കാരത്തിൽ അല്ലാഹു തആല അവർക്ക് നീട്ടിയിട്ട് കൊടുക്കും, സാവകാശം കൊടുക്കും, വാരിക്കോരി കൊടുക്കും. ഐഹികമായ ബർക്കത്തുകളും നിയമത്തുകളൊക്കെ അവർക്ക് അങ്ങനെ യഅ്മഹൂൻ. അവരിങ്ങനെ എക്കാച്ചക്കിയിലിങ്ങനെ യഥാർത്ഥത്തിലായിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ വാരിക്കോരി റഹ്മത്തും ബർക്കത്തൊക്കെ അല്ലാഹുവിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവസാനം ഒരു പിടി പിടിക്കും. അതിൻ്റെ പേരാണ് വൽ ആഖിബത്തുൽ ലിൽ മുത്തഖീൻ. അന്തിമ വിജയമാർക്കായിരിക്കും? ഭക്തന്മാർക്കായിരിക്കും. മുനാഫിക്കീങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായത്. അവസാനം അവരെ എല്ലാ കള്ളിയും പൊളിഞ്ഞു. ഇന്ന ആളുകളൊക്കെ മുനാഫിക്കാന്ന് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വെളിവാക്കി കൊടുത്തു. ഓലെ കള്ളിയും പൊളിഞ്ഞു. ഓൽക്ക് എല്ലാ നിന്യതയും ദുനിയാവിൽ നിന്ന് തന്നെ ഉണ്ടായി. പരലോകത്ത് ഞാൻ കാണാൻ പോണതൊക്കെ അവിടെ വേറുണ്ട്. ഉലായിക്ക അവർ, ഈ മുനാഫിക്കീങ്ങൾ അല്ലദീന ഒരു കൂട്ടരാണ്. ഇഷ്തറവുൽ വലാലത്ത അവർ ളലാലത്തിനെ മേടിച്ചു ബിൽ ഹുദാ ഹുദക്ക് പകരം. ഫമാ റബിഹത് തിജാറത്തുഹും ആ കച്ചവടം ലാഭിച്ചില്ല, ലാഭകരമായില്ല. വമാ കാനൂ മുഹ്തദീൻ അവർ നേർമാർഗം പ്രാപിച്ചതുമില്ല. മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയണത് എന്താ വെച്ചാൽ ഹുദക്ക് പകരം ലലാലത്ത് വാങ്ങി. ഹുദക്ക് പകരം ലലാലത്ത് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കൊക്കെ ഹിദായത്ത് ഉണ്ടായിരുന്നോ ആദ്യം? എന്നിട്ട് ആ ഹിദായത്ത് ഒഴിവാക്കിയിട്ട് ലലാലത്ത് വാങ്ങിക്കാണോ? എന്താണ്?
എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? മുനാഫിക്കുകൾ ആരാന്ന് മനസ്സിലാക്കണം. വേറെ ആരെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിലും മുനാഫിക്കുകളെ പറ്റി നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. എന്താ കാര്യം മനസ്സിലായോ? പ്രേമന് ഉറങ്ങണമെന്ന്. മുനാഫിക്കുകളെ പറ്റി പറഞ്ഞത്രപ്പം ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇനി പറയാൻ പോവാണ്, ഇനി ഉദാഹരണങ്ങളൊക്കെ പറയണം. നല്ല കാഫിര്യങ്ങളെ പറ്റി വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ, ശുദ്ധ കാഫിര്യങ്ങളെ പറ്റി. മുനാഫിക്കുകളെ പറ്റിയാണ് നല്ലോണം പറയണത്. ഏറ്റവും അധികം പരാമർശം അറിയിക്കണ അവരാണ്. അല്ലാഹു തആല മുനാഫിക്കീങ്ങളുടെ എല്ലാ സിറുകളും രഹസ്യങ്ങളും റസൂലുള്ളാഹിക്ക് വ്യക്തമാക്കി കൊടുത്തു. അത് എല്ലാ സ്വഹാബികൾക്കൊന്നും റസൂല പറഞ്ഞു കൊടുത്തിട്ടില്ല. ചില സ്വഹാബികൾക്കൊക്കെ അല്ലാഹു തആല അത് അള്ളാഹിൻ്റെ റസൂൽ അത് വെളിവാക്കി കൊടുത്തിരുന്നു. അതിൽപ്പെട്ടൊരു സ്വഹാബിയായിരുന്നു ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇത്തരം സീക്രട്ടുകളൊക്കെ അദ്ദേഹത്തിന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഓരോ നാട്ടിലേക്ക് ഗവർണർമാരായിട്ട് നിശ്ചയിച്ചവരൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ ആരെയും മുനാഫിക്കുകളുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു. പിന്നെ മദീനത്ത് ആരെങ്കിലും മുഅ്മിനീങ്ങൾ മരിച്ചാൽ ഉമർ ഫാറൂഖാണ് പോകണമെങ്കിൽ ആദ്യം ഹുദൈഫ പോയണോ നോക്കും. ഹുദൈഫ പോയണോന്ന്. പിന്നെ ഒരിക്കൽ വന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹുദൈഫനോട് ചോദിക്കുകയാണ്, അല്ല ഞാൻ അതിൽ പെട്ടണമെന്ന്. ആര്? മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടോന്ന്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ടീം മുനാഫിക്കുകളാണ്. അതുകൊണ്ട് അല്ലാഹു തആല നീട്ടിപ്പരത്തിയതിനെ പറ്റി പറയാണ്. ഇവിടെ പറയണത് ഈ മുനാഫിക്കുകൾക്ക് പറ്റിയ കേടെന്താ വെച്ചാൽ, ഇസ്തറവുൽ വലാലത്ത് ബിൽ ഹുദ, ഹുദക്ക് പകരം വലാലത്ത് വാങ്ങി. ഇസ്തറ എന്നാൽ കച്ചവടം ചെയ്ത് വാങ്ങാന്നാണ്. കച്ചവടം ചെയ്യുമ്പോൾ ഒരു സാധനമാണ് കൊടുത്തിട്ട് നിങ്ങോട്ട് വാങ്ങണ്ടേ. ഒരു വാങ്ങിയത് വലാലത്തിനെ, കൊടുത്തത് ഹുദനെ. അതിനെപ്പറ്റി തഫ്സീറിൽ പറയണത്, ചില ആളുകൾ മുഅ്മിനായിട്ട് തന്നെയാണോ പിന്നെ മുനാഫിക്കായത്. ആദ്യം വിശ്വസിച്ചിരുന്നു, പിന്നെ ഇങ്ങനെ ഈ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പോയത്. അങ്ങനത്തെ മുനാഫിക്കുകളുണ്ട്. ഓരോ കാര്യത്തിൽ അത് ഓക്കെ. ഹുദനെ കൊടുത്തു, ഏത് വാങ്ങി? വലാലത്ത്. ഇനി അല്ലാത്തൊരു വിശ്വാസത്തിലേക്കൊന്നും വരാതെ ആദ്യം തന്നെ അങ്ങനെ മുനാഫിക്കായിട്ട് നടന്നവരെ സംബന്ധിച്ചോ ശരിയാണ്. കാരണം ഓല് ഏതെടുത്തു? വലാലത്തെടുത്തു. ഏതെടുത്തില്ല? ഹുദൻ ഓലെടുത്തില്ല. അതിനെപ്പറ്റി അല്ലാഹ് പറയണത് ഹുദയാണ് കൊടുത്തിട്ട് ഏതാണ് വാങ്ങി? വലാലത്തിനെ. വലാലത്ത് പറഞ്ഞാൽ ഈ ഭ്രംശം, മാർഗഭംശം, പയവ്, അതിനെ ഓല് എടുത്തു. ഓല് ഏത് ഒഴിവാക്കി? ഹുദനെ. ഫമാ റബിഹ തിജാറത്തും, ആ കച്ചവടം ഒരിക്കലും ലാഭകരമായില്ല. നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? മുഅ്മിനീങ്ങളെ, ആ മുനാഫിക്കുകൾ ദുനിയാവിൽ തന്നെ വലിയ ദില്ലത്തുണ്ടായി, വലിയ നിസാരത ഉണ്ടായി. അവരെ നേതാവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ. നേതാവാരായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യു സലാം. പിന്നെ വേറെ ചങ്ങേനെ പറഞ്ഞില്ലേ, സയലബ ഖുർആനിൽ പറഞ്ഞൊരു മുനാഫിക്കനെ, വലിയ സ്വഹാബിയായിരുന്നു. പിന്നെ പൈസ ഉണ്ടാകാൻ വേണ്ടി വരുന്നു, അങ്ങനെ ആയുധങ്ങൾ കണ്ടില്ലേ, പറ്റ നിന്ദ്യനായി പോയില്ലേ. ആ കച്ചവടം കണ്ടി കിട്ടിയ ഗുണങ്ങൾ കണ്ടില്ലേ. ദുനിയാവും തന്നെ തിരിച്ചടി ഉണ്ടായി. ഇനി നാളെ പരലോകത്തോലെ കാത്തിക്കണ കച്ചവടം, അതിൻ്റെ ലാഭം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെളിച്ചൊന്നും ഉണ്ടാവില്ല. വെളിച്ചമുള്ള മുഅ്മിനീങ്ങളോട് നിങ്ങൾ ഞങ്ങളെ ഭാഗത്തേക്കൊന്ന് നോക്കി, ഞങ്ങൾക്ക് വെളിച്ചൊന്നുമില്ല, നിങ്ങളെ വെളിച്ചം ഞങ്ങൾ അല്പം പകർന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മതിലുണ്ട് പേരാണ്. മുഅ്മിനീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും ഇടയിൽ ഏത് പേരാണ്? മതിലുകൊണ്ട് വന്നിട്ട് ഇവർ നരകത്ത് കണ്ടാകുകയാണ്. ഇതൊക്കെയാണ് ഈ കച്ചവടം കൊണ്ട് കിട്ടിയ ഗുണം. മുഅ്മിനീങ്ങൾക്കോ? മുഅ്മിനീങ്ങൾക്ക് കബറിന്ന് നീച്ചലോട് കൂടെ വാഹനം, അള്ളാൻ്റെ കോടതിയിലേക്ക് പോകാൻ വാഹനം, വെളിച്ചം, സിറാത്ത് പാലത്തുമ്മലൊക്കെ ഓല്
ഇടി മിന്നും പോലെയാണ് മോമിനിങ്ങൾ പോകുന്നത്. വെളിച്ചം ഉണ്ടാവും, സ്പീഡും ഉണ്ടാവും. മുനാഫിക്കീങ്ങൾക്കവിടെ വെളിച്ചം ഉണ്ടാവില്ല, സിറാത്ത് പാലം തരണം ചെയ്യാൻ കഴിയൂല. സിറാത്ത് പാലത്തിൽ രക്ഷപ്പെട്ട മോമിനിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. പറയണോ കരീമാജി? ഫഇന്നഹ അല സിറാത്തി മതായാക്കും, നിങ്ങൾക്ക് നാളെ സിറാത്ത് പാലത്തിൽ അത് വാഹനമാണ്. ഏത്? ഉദയത്ത്. അസ്നോ ബഹായാക്കും, ഉദയത്ത് മൃഗത്തെ നല്ല ഉഷാറുള്ളത് നോക്കി നിങ്ങൾ അർത്ഥോളി, നല്ല തടിച്ച് കൊഴുത്ത് ചുറുക്കുള്ളത്. ഫഇന്നഹ അല സിറാത്തി മതായാക്കും, നാളെ സിറാത്തിൽ നിങ്ങൾക്കുള്ള വാഹനമാണ്. സിറാത്ത് പാലം തരണം ചെയ്യാൻ ഇനി മുനാഫിക്കീങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ പറയാണ്. നമുക്ക് അടുത്ത ആഴ്ച പറയാം. ആ കാഫിര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. ഈ വാക്കുകൾക്കൊക്കെ സമം തന്നെയാണ്. ഗൊലാലത്ത് ഇങ്ങോട്ട് എടുത്താണ്ട് ഊതങ്ങോട്ട് ഒഴിവാക്കി. മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് അത് ഒന്നും കൂടിയും കറക്റ്റാണ്. കാരണം ഓലിങ്ങനെ മൂമിനാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നുണ്ടല്ലോ, വാക്കുകൊണ്ടൊരു മൂമിനാണുണ്ടല്ലോ. ഇങ്ങോട്ട് ഓല് അതിനെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ മൂമിനാണ്. ഇതാ ജാക്കൽ മുനാഫിക്കൂന, മുനാഫിക്കീങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കാലു പറയും, ഇതാ ജാക്കൽ മുനാഫിക്കൂന കാലു നഷദു ഇന്നക്കല റസൂലുള്ള, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ്, നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. വല്ലാഹു യഅലമു ഇന്നക്കല റസൂല്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണെന്ന് അതൊക്കെ അറിയാം. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ഈ മുനാഫിക്കുകൾ കള്ളാണ് പറയണത്. അപ്പോൾ ഓല് ഞങ്ങൾ മൂമിനാണ് മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞതിന് ആളുകളല്ലേ. ഇങ്ങോട്ട് അതങ്ങോട്ട് ഒഴിവാക്കേണ്ടാണോ ഒരു ദലാലത്ത് എടുത്തതെന്നുള്ളത് അബൂജാലിനെക്കാട്ടിലും കറക്റ്റല്ലേ ഇവരെ സംബന്ധിച്ച്? ഒന്നുകൂടി യോജിപ്പുണ്ടോ അല്ലേ? അദ്വൈജി പറയണം. അബൂജാലിനെ സംബന്ധിച്ചുള്ളതിനെക്കാട്ടിലും ഒന്നുകൂടി യോജിപ്പല്ലേ ഇവരെ പറ്റി? ആണ്. ആ ഭരണന്മാർക്ക് മര്യാദയ്ക്ക് നിന്നണമെങ്കിൽ എത്ര നന്നായിരുന്നു ആ മോമിനായിക്കൊണ്ട്. ഇതുപോലെ നേതാക്കന്മാർ എത്തിയെന്ന് ഞങ്ങൾ ഇപ്പുറത്ത് കളിയാക്കാൻ പറഞ്ഞാണ്, ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. അപ്പോൾ ഒരു ഹൂദയും കണ്ട് വിട്ടിട്ട് ഏതെങ്കിലും എടുത്തു, ദലാലത്ത് എടുത്തു എന്നത് അബൂജാലിനെ സംബന്ധിച്ചും പച്ച മുസ്ലിക്കുകളെ പറ്റിയും പറഞ്ഞേക്കാട്ടിലും ഒന്നും കൂടി യോജിപ്പാണ് മുനാഫിക്കുകളുടെ കാര്യത്തിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കട്ടോ. ജമ്മു കസൂറും പറയണമെന്നാണ് കോയമ്മ പറയണത്. കട്ടക്കാലത്തിൻ്റെ ഞാൻ കിതാബ് എടുത്തത്, അതുകൊണ്ട് പറയാം, കിതാബ് നോക്കി പറയാം. ജമ്മും കസറും മുടി കറുപ്പിച്ചത് ഹറാമാണ്. നരച്ച മുടിയൊക്കെ കറുപ്പല്ലാത്ത കളറൊക്കെ കൊടുക്കൽ സുന്നത്താണ്. റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്. കറുപ്പിക്കൽ ശരിയല്ല, കറുപ്പിക്കൽ തെറ്റാണെന്നാണ്, ഭയങ്കരമായ തെറ്റായിട്ടാണ്. പിന്നെ ചിലവർ അതിൻ്റെ മരുന്നുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില തൈലങ്ങളെ പറ്റി, ചില ലേപനങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് വെള്ളം ചേരലിനെ തടയുന്നതാണെന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, അതിനെപ്പറ്റി അറിയണവർക്ക് അറിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കരമായ അപകടമാണ്. കാരണം അവൻ്റെ ഒളു ശരിയാവില്ല, ജനാപത്ത് കുളിക്കലും ശരിയാവില്ല, ആ അവസ്ഥയിലും മരിച്ചാൽ അവൻ്റെ മയ്യത്ത് കുളിപ്പിക്കലും ശരിയാവില്ല. വെള്ളം ചേരൂലല്ലോ മുടിമക്കൊന്നും. വെള്ളം ചേരലിനെ തടയുന്ന ഒന്നും ദേഹത്തൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണല്ലോ ഒളുവിൻ്റെയൊക്കെ ഒരു ഷർത്ത്. ഇനിയിപ്പോൾ ഞാൻ ജമ്മും കസൂറാക്കണതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ എന്താ ഗൾഫിലൊക്കെ കുറേ ആളുകളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ്, അല്ല തെക്കുവെള്ളോലും ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഒരു ചോദ്യത്തിൽ വന്നത്. അതങ്ങനെ ഒരു കൗലുണ്ട്. ചിലപ്പോൾ മദ്ഹബ് അങ്ങനെ ഉണ്ടാവാം. നമ്മളെ മദ്ഹബിൽ ഷാഫി മദ്ഹബിൽ എന്തായാലും അത് പറ്റില്ല എന്നുള്ളതാണ്. മദ്ഹബൊക്കെ മാറിൽ കുടുങ്ങുമ്പോഴാണ്. പറ്റ കുടുങ്ങിയാൽ പിന്നെ നമുക്ക് മദ്ഹബും കൗലൊക്കെ മാറാം. അല്ല എന്താ ചെയ്യണം? മുടി കറുപ്പിച്ചതിൻ്റെ അത്യാവശ്യമൊന്നുമില്ലല്ലോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ കറുപ്പിക്കുകയൊന്നും ചെയ്യാന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയട്ടെ, യുദ്ധത്തിന് പോവുക. അപ്പോൾ നമ്മളെ പോലത്തെ ആളുകളൊക്കെ നരച്ച താടിയൊക്കെ ആയിട്ടാണ് ചെന്നിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് നല്ല ഉഷാറായി കയറാം. എന്ന് വെച്ചാൽ കറുത്ത താടി കണ്ട് കാണുമ്പോൾ അവർക്ക് പേടി കയറാം. നല്ല യുവാക്കളാണ്, നല്ലൊരു പേടി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓലെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കറുപ്പിക്കുക. നമുക്കൊക്കെ കറുപ്പിക്കുക. നമ്മുടെ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ, കല്യാണത്തിന് പോകാൻ വേണ്ടി കറുപ്പിച്ചാൽ
കല്യാണത്തിന് പോകാൻ വേണ്ടി. എന്നമാർക്ക് ഇപ്പോൾ ഗൾഫിലൊക്കെ ഒരു നിറത്തുണ്ടെന്നാണ് പറയണത്. ഇത് ഷെയ്ബയാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിപ്പാച്ചൊക്കെ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങിയോട്ടല്ലേ, ഉറക്കം ഇപ്പാക്കണ്ട. ഓന് നമ്മളെ പറ്റൂല, ഒക്കെ ഷെയ്ബയാണ്, ഷബാബേ പറ്റുള്ളൂല്ലോ. അത് മനസ്സിലായോ? ഷബാബ് പറഞ്ഞാൽ യുവത്വം, ഷെയ്ബാന നരച്ചവനൊന്നും വേണ്ട. പീടിയിൽ നിൽക്കാനൊക്കെ ബേക്കറിയിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാനൊക്കെ നരച്ച ആളുകളൊന്നും ആയാൽ ശരിയാവില്ല അല്ലേ. എന്നമാർക്ക് ഇമാം വെക്കണമല്ലൊക്കെ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. ഇമാം വെക്കണ ചില ആളുകളൊക്കെ അത് നരച്ചാൽ പറ്റൂലല്ലോ. അതുപോലെ ഇങ്ങനെ കറുപ്പിച്ചിങ്ങനെ നല്ല യുവാക്കളായി ഇങ്ങനെ അവിടുത്തെ മതമാണത്. അങ്ങനെ ഒരു കൗലുണ്ട്. ഞമ്മക്ക് പോകുന്നും വേണ്ട. ഞമ്മക്ക് നല്ല മാതൃക. പണ്ട് എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ പണ്ട് കുറ്റിപ്പുറത്ത് ഞാൻ ദർശനത്തിൻ്റെ കാലത്ത് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞാണ്, മുസ്തഫ ഓൻ ദുബായി പോണ ആളാണ്. അപ്പോൾ ഓൻ പറഞ്ഞെന്താ വെച്ചാൽ ഒരാൾ താടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കമ്പനിയിലും അവനെ പണിക്കെടുത്തൂല. താടി ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് നീണ്ട താടി നീട്ടലാണല്ലോ സുന്നത്ത്. ചെറിയ താടി സുന്നത്തല്ല, നീട്ടലാണ് സുന്നത്ത്. മജൂസികളോട് എതിരാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, മജൂസികൾക്ക് ഈ ചെറിയ താടി ഉണ്ടായിരുന്നു. അവിടെ റസൂൽ പറഞ്ഞു ഓരോട് നിങ്ങൾ എതിരാണ്, നിങ്ങൾ നീട്ടണമെന്നാണ്. അങ്ങനെ ഇവൻ്റെ ഈ നീണ്ട താടി കണ്ടിട്ട് ഒരു കമ്പനിക്കാരും അവനെ നിർത്തണില്ല. നല്ല പിന്നെ അവസാനം അതൊരു പൊതുവിശ്വാസിയാണല്ലോ, MBA ഏതോ അന്നത്തെ വലിയ ഡിഗ്രിയൊക്കെ, അന്നൊക്കെ വലിയ ഡിഗ്രിയാണോ ഒക്കെ, അതൊക്കെ ഉണ്ടവന്. അവസാനം അവന് ഭയങ്കര ജോലി കിട്ടിയായിരുന്നു. എന്നമാർക്ക് പെണ്ണ് കിട്ടാത്തപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. താടിയൊക്കെ ഉണ്ടായിട്ട്, താടിയും അതുപോലെ തന്നെ നെരിയാണിൻ്റെ മേലെ ഫാൻ്റൊക്കെ ആയിട്ട് എങ്ങനെയും കല്യാണം ശരിയാവില്ല. പണ്ട് കുഞ്ഞാജി ഒരു സ്നേഹിതൻ്റെ കഥ പറഞ്ഞൊരു കഥ ഉണ്ട്. അപ്പോൾ ഒരു വാപ്പ മോനോട് പറഞ്ഞല്ലോ, എടാ അജ്ജയ്, ഒരു കല്യാണം ശരിയാണ് ഇവരൊരു മനുഷ്യൻ്റെ കോലത്തിൽ നടക്കുന്നത്. ഇങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ താടൊക്കെ. അപ്പോൾ ഇവൻ പറഞ്ഞല്ലോ അത് വേണ്ട, അങ്ങനത്തെ കല്യാണം വേണ്ട പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്. ഡോക്ടർക്ക് ഉണ്ടെങ്കിൽ സാഹിബിൻ്റെ ഉള്ളിൽ കുത്തുന്നതിന് ഡോക്ടറിനോട് പറഞ്ഞാണ്. പാപ്പ പറയുന്നുണ്ട് താടിയൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. കല്യാണം ശരിയാണില്ല. അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങോട്ട് ഓൾക്കൊക്കെ നല്ല യോജിച്ച നല്ല പെണ്ണുങ്ങളെ തന്നെ കിട്ടി ആ താടിയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ. അപ്പോൾ എന്നതുപോലെ ആ മതബ നമുക്ക് നല്ല അള്ള തരും. നല്ല കല്യാണം ശരിയാവും, നല്ല ജോലിയൊക്കെ കിട്ടും. അപ്പോൾ അന്നൊരാൾ മുസ്തഫ വളരെ ഭയങ്കര ഫോമിലൊക്കെ തന്നെയാണ്. അയാൾ പെട്ടെന്ന് ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ടോണ്ട് കണ്ടപ്പോൾ ഞാൻ ചോദിക്കും, എന്തേ ഇപ്പം ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചാൽ, അപ്പം എന്നോട് പറഞ്ഞാണ്, അറബിൻ്റെ മോളെ ഒരു രംഗപ്രവേശം, ഒരു നൃത്തോ ഡാൻസോ എന്താണ് കഴിഞ്ഞാൽ അതിന് കാണാൻ പോയതാണല്ലേ. അതിൽ വൈക്കുന്ന ഏതൊരാൾ പറഞ്ഞാണ്ട് തടുത്തെത്തിയാണ്ട് ഇതിൻ്റെ ഗൗരവമൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ ഡാൻസും നൃത്തമൊക്കെ കാണുന്നതിൻ്റെ അതോടുകൂടെ ഇവൻ ഒരു ഭയങ്കര ദീനിയായിട്ടാണ് മാറി. അവൻ്റെ ഉള്ളിലതുണ്ടേ, കുറ്റിപ്പുറത്തുള്ള ആളാണ്. നിങ്ങൾക്ക് ആളാണ് ഞാൻ പറഞ്ഞുതരും. മുസ്തഫക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആളെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഇവൻ പിന്നെ ജൊബ്ബിയും തൊപ്പിയൊക്കെ ആയി ഇങ്ങനെയായി ഭയങ്കര ദീനയായി മാറി. ഓൻ പിന്നെ എനിക്ക് പറഞ്ഞെന്ന കഥയാണ് അതൊക്കെ. ഒരാടെ ചങ്ങായിക്ക് പണിയിട്ടില്ല, താടിൻ്റെ ആയിട്ട് പണിയിട്ടില്ല. പിന്നെ ഭയങ്കരമായ ബർക്കത്തുള്ള പണി കിട്ടി. ആ താടി നിലർത്തിക്കൊണ്ട് തന്നെ കിട്ടി. അപ്പോൾ ആദ്യത്തൊക്കെ ഒരു പരീക്ഷണമാണ്. ഇവൻ താടി ഒഴിവാക്കില്ല എന്നുള്ളത് നോക്കുകയാണ്, ഒരു ചെറിയ പണിക്കും വേണ്ടി. എങ്ങനെയുണ്ട്? കുറേ അനുഭവങ്ങളുണ്ട്, പറയണ്ടല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. എന്നമാർക്ക് നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. ചില പണിയൊക്കെ നിസ്കാരം ജുമായിരെ കിട്ടാത്ത പണിയൊക്കെ ഉണ്ട്. ജുമായിട്ടില്ല. ചില ബസ്സിലൊക്കെ പണി എങ്ങനെയാണ് ഈ കാര്യം. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ മതി, ഈ പണി വേണ്ട, ഇതിലാറെ നല്ല ജുമാ മുടങ്ങാത്ത ജമാഅത്തൊക്കെ അവല് വക്തിൽ കിട്ടുന്ന പണി തന്നെ മതി എന്ന് അതിനോട് പറഞ്ഞാൽ അള്ളാഹ് തരും. നമ്മളെ നൗഫലിൻ്റെ ഒരു ഉദാഹരണമാണ്. സൗദി പോയിട്ട് അത് ജമാഅത്തൊന്നും കിട്ടുന്നില്ല, നമ്മളൊക്കെ ദ്വാരക്കും, നമ്മളൊക്കെ ദ്വാരം നിങ്ങൾക്ക് ഓർമ്മയില്ലേണ്ടാണ്. പിന്നെ നൗഫൽ പറഞ്ഞു, ഇപ്പം ജമാഅത്തും കിട്ടുന്നുണ്ട്, ശമ്പളം കൂടി, ഒക്കെ ഉഷാറായി. നമുക്കറിയണമല്ലോ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരുമല്ലോ. നമുക്ക് ആ മതബ് മതി. അവിടെയൊക്കെ കറുപ്പിച്ചാലേ ജോലി കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ജോലി വേണ്ട പഠിച്ചോനെ. ആ മതബ് എടുത്താൽ മതി. മതബ് പറഞ്ഞാലും മാറട്ടെ. മതവും കോലമൊക്കെ ഉണ്ടായില്ല. അപ്പം ഇനി നമ്മളെന്നാൽ കസറിനെ പറ്റി പറയാം. ജമ്മും കസറും ആക്കണമെങ്കിൽ യാത്രയിലായിരിക്കണം. അത്
ഒരു 132 കിലോമീറ്ററുള്ള യാത്രനെയാണ് ഷാഫി മദ്ഹബിൽ. ഹനഫി മദ്ഹബ് പ്രകാരം അതും പോരാ, 198 കിലോമീറ്റർ വേണം. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 3 മർഹലയാണ് അവർക്ക്, നമുക്ക് 2 മർഹലയാണ്. മനസ്സിലായോ? ആ യാത്ര ഒരു സ്വഹിയായ ഉദ്ദേശമുള്ള യാത്രയായിരിക്കണം. വെറുതെ എന്തല്ലാതെ ഇങ്ങനെ നാടാണ് ഊട്ടിക്ക് പോവുക. പെരുന്നാളിനൊക്കെ പല ഊട്ടിക്കൊക്കെ പോയാലുണ്ടല്ലോ, ജെറീഷ് അവിടെ നിന്ന് അങ്ങാടിയിൽ നിന്നൊക്കെ ആ വണ്ടിയിൽ മറ്റേതൊക്കെ വെച്ച് എന്താണ് എൻ്റെ പേര് പറഞ്ഞിരുന്നു, ആ കേസോ അല്ലാണ്ട് കുപ്പിയോ അല്ലാണ്ട് പെട്ടിയൊക്കെ അതിൽ വെച്ചാണ്ടൊരു പോക്കുണ്ട്. അതിൽ പെട്ട് വെച്ചാണ്. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ ആ പോക്ക് പോയാലും എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അറിയണതാണ്, അല്ല എനിക്ക് ഇതൊന്നും വഹി വരണമെന്നല്ല. അങ്ങനത്തെ ഒക്കെ പോക്കുണ്ട്. അതിനൊക്കെ ഇത് പറ്റുമോ ജമ്മു ഗുസറാക്കാൻ? സ്വഹിയായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് പോവുക, സിയാറത്തിന് പോവുക, ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക, അതൊക്കെയാണ്. വെറും നാടാണാൻ പോലെ ഒന്നിനും പെടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പോക്കില്ല. എന്താ ഒരുത്തും പറയാത്? സീറൂഫിൽ അർളി, ഭൂമിയിൽ ഇങ്ങനെ നടന്നോളി എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞില്ലേ എന്നാ ചോദിക്കൽ. അന്ന് ആരാ കോയമ്മിൽ വെച്ച് അതിന് മറുപടി വളർച്ചാണ് കിട്ടിയിരുമ്പോൾ ഉണ്ടണില്ല. അപ്പോൾ ആ പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞത് പണ്ട് അല്ലാഹു തആല പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകൾക്ക് ശിക്ഷ ഇറക്കിയാണ്. അതൊന്ന് പോയി നോക്കിക്കൊള്ളി എന്നാണ് പറഞ്ഞത്. മക്കത്തുള്ള മുശ്രിക്കീങ്ങളോട് റസൂലുള്ളാഹിനെ ഇങ്ങനെ വിമർശിച്ച് എതിർക്കാനായിട്ട് നിന്നപ്പോഴേ, പണ്ട് ഇങ്ങനെ റസൂലുമാരെ നിഷേധിച്ചവർക്ക് എന്താ പറ്റിയെന്ന് ഭൂമി കൂടെ നോക്കിയവരൊക്കെ ശിക്ഷ കിട്ടിയ അടയാളമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ഷാമക്കൊക്കെ പോകണേൻ്റെ വൈക്കലൊക്കെ തന്നെ ഉണ്ടെന്ന് പോയി നോക്കിക്കളി എന്നാണ് പറഞ്ഞത്. അല്ല ഊട്ടിയിൽ ആർക്കാ ശിക്ഷ ഇറങ്ങിയത്? അവിടെ പ്രവാചകന്മാർ വന്നണോ? വാൽപ്പാറ വെറും നാട് കാണാൻ പോവുക. സ്വഹിയായൊരു ഉദ്ദേശമല്ലാതെ അതിന് പറ്റൂലെന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഉദ്ദേശം അല്ലാത്തൊരു നാടാടാൻ പോക്കുണ്ടല്ലോ, വെറും ഒരു വിനോദയാത്ര ഇല്ല. പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും പാടെ 132 ഉണ്ടായിട്ട് കാര്യമല്ല. അങ്ങോട്ട് മാത്രം 132 കിലോമീറ്റർ വേണം. അതെന്താണെന്നറിയില്ല. ചെറിയ യാത്രയിൽ അങ്ങനെ ഒരു കൗലുണ്ട്. അങ്ങനെ ഈ ഫുഖഹാക്കളൊന്നും പറഞ്ഞിട്ടില്ല ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ സീറൂഫിലൊരു ആയത്തുണ്ട്, അതുകൊണ്ട് അജായിബൊക്കെ കാണാൻ പോകണം എന്ന് പറഞ്ഞാണ്ട് അത് സുന്നത്താണെന്ന് ഒരു ഇമാമികളും പറഞ്ഞിട്ടില്ല. അത് ഈ ടൂർ ഉണ്ടാക്കണമല്ലോ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഇന്ന ആയത്തുകൊണ്ട് ഇന്ന സുന്നത്ത്, ഇന്ന ഹദീസ് കൊണ്ട് ഇന്ന സുന്നത്തുണ്ട് എന്നൊക്കെ ആ ആയത്തിലും ഹദീസിലും പറഞ്ഞ എല്ലാ ആയത്തിൻ്റെ ഹദീസിൻ്റെയും കാമ്പാണ്, അതിൻ്റെ അകമ്പൊരുളാണ് ഫിഖ്. ഫിഖിൽ പറയും, ഫുഖാക്കൾ പറയും ഇന്ന ആയത്തുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സുന്നത്തുണ്ട്. ഇവിടെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞത് എങ്ങനെയാണ്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി, ഒട്ടകത്തിലേക്ക് ഒരു നോക്കണില്ലേ, കൈഫ ഖുലിഖത്ത്, എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. വഇലൽ ജിബാലി, മലകളിലേക്ക് നോക്കണില്ലേ, കൈഫ നുസിബത്ത്, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടതെന്ന്. വഇലൽ സമായി കൈഫ റുഫിയത്, ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തിയെന്നുള്ളത് നോക്കണില്ലേ. വഇലൽ അർളി, ഭൂമിയിലേക്ക് നോക്കണില്ലേ, കൈഫ സുത്തിഹത്ത്, ജീവിക്കാൻ പറ്റിയ വണ്ണം അതിനെ വിധാനിച്ചത് എങ്ങനെയെന്ന്. അങ്ങനെ ഊട്ടിക്ക് വേണോ? ഒരു അറബിക്ക് ഇങ്ങനെ നേരെ മുമ്പൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നതാണ് ഈ ഒട്ടകങ്ങൾ. അങ്ങോട്ട് സൈഡ് നോക്കിയാൽ മലയും കാണും, അടിക്ക് നോക്കിയാൽ ഭൂമിയും കാണും, മുകളിൽ നോക്കിയാൽ ആകാശം കാണും. ചിന്തിക്കണമെന്നത് മതി. മാറായത്തു ഷെയൻ, ഒന്നിനെയും ഞാൻ കണ്ടില്ല, ഇല്ലാ പറയത്തു കബലുള്ള, അതിൻ്റെ മുമ്പേ അള്ളാനെ കാണാതെന്ന് പറഞ്ഞു ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനൊരു ഊട്ടിക്കും വേണ്ട. ഇത് കണ്ടാലും അള്ളാഹിനെ ഓർമ്മയോ, ഇത് കണ്ടാലും അള്ളാഹിനെ ഓർമ്മ, ഇതൊക്കെ അള്ളാഹിനെ ഓർമ്മ. ഒരു മനുഷ്യനെ കണ്ടാലും അത്ര അജബ് ഏതുമില്ല, ഒരു ഊട്ടിയില്ല. ഏറ്റവും വലിയ അജബ് ഒരു മനുഷ്യനാണ്. മണ്ണിൽ നിന്നാണ് ഇതിനെ ഈ ഗംഭീരനായ ഈ ബുദ്ധിയും ബോധവും വികാര വിചാരങ്ങളും ഒക്കെ ഉള്ള ഈ മനുഷ്യനെ അല്ലാഹു തആല മണ്ണിൽ നിന്നും ശുക്ലകണത്തിൽ നിന്നുമാണ്. ഇതിലേറെ വലിയ അജബ് എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യനങ്ങൾ കാണുന്നവർക്ക് കണ്ടാൽ മതി. ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞാൽ ആറാമാണൊരു ഊട്ടി പോക്കുണ്ട്. അധികം ഉള്ളത്. അതിലുള്ള വലിയൊരു പ്രശ്നം എന്താ അറിയോ? വലിയ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഉടുത്തോലും ഉടുക്കാത്തോലും ഒക്കെ ഉണ്ട്. അവർക്ക് മറിച്ചോലും മറക്കാത്തോലും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അത് ഈ അങ്ങനത്തെ ഒരു ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കലൊക്കെ എന്താണ്? ഹറാമാണ്. അത് ഊട്ടിയിൽ മാത്രമല്ല, കല്യാണത്തിനും ഹറാം തന്നെയാണ്. ആണെ മനസ്സിലാക്കിയോളൂ. ആണും പെണ്ണും ഇട കലർന്നിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ,
അത് കല്യാണത്തിൻ്റെ മാർക്കുമല്ല അവിടെ ഓരോരുത്തർ വരുന്ന കോലങ്ങൾ കണ്ടില്ലേ? കരിമാജി കണ്ടില്ല? എനിക്കൊക്കെ ഭയങ്കര എതിർപ്പാണ്, നിങ്ങൾ എടുക്കും പോരില്ല എന്നൊക്കെ പറയണേ. ഇതിന് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല, ജമ്മും കസറൊന്നും ആക്കണ്ട എന്നമാർക്ക് ഈ കൂടിക്കല്ലൊന്നും ഉണ്ടാവരുത്. ബീച്ചിൽ ഈ പറഞ്ഞ പോലെ കൂടൊന്നും പോകരുത്. ബീച്ച് നിങ്ങൾ ഇവിടെ പോയി കണ്ടോളൂ, ഈ താനൂരോ പരപ്പനങ്ങാടിയൊക്കെ ആളില്ലാത്തടത്തേ. ഞാൻ കടലുണ്ടിയിലൊക്കെ ഞാൻ പോയിക്കണ്. കടലുണ്ടി നമ്മളെ കോഴിക്കോട് വലിയകാലം ഇല്ലേ, ഞങ്ങളെ ശരിക്കായിരുന്നു, ഞങ്ങൾ മൂപ്പരെ പെരേക്കൊക്കെ പോയി നിൽക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വലിയ ബന്ധമായിരുന്നു ഓതണ കാലത്തേ. അവിടെ കടലുണ്ടി, അവിടെ ഞങ്ങൾ കടൽ കാണാൻ പോയി. ആരും പിന്നാണ്ട് പോയില്ല, ആ ഒരു മനുഷ്യനുമില്ല, ഒരു രസമില്ല അവിടെ. കടൽ കാണാം, കടൽ കാണണമല്ലേ, അവിടെ കാണൂല. അപ്പോൾ കടൽ കാണണമെങ്കിൽ അങ്ങോട്ട് പോയിക്കോണ്ടി സഫീറേ, കടലുണ്ടി. പിന്നെ ചിലയിടത്ത് പോയ മീനും കിട്ടുന്നല്ലേ അല്ലേ, പരപ്പനങ്ങാടിയൊക്കെ. ഇന്നാളെ നിങ്ങൾ കടലാണ് പോയപ്പോൾ ഒരു മോരൊരു ചാറിനുള്ള മീൻ കിട്ടിയായിരുന്നു അവിടെ. കുറഞ്ഞ പൈസക്ക് നല്ല പുതിയ മീൻ കുറേ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കസറാക്കണ്ടേ? അമ്മാതിരി പിന്നെ ഇഷയിലേക്കും ജമ്മാക്ക, ഇഷാൻ ഇങ്ങോട്ടും ആക്കാം. അതാണ് മൂപ്പര് ചോദിക്കണത്. നമ്മളിപ്പോൾ മഗ്‌രിബിനൊക്കെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കി ഇങ്ങനെ പോരാ, അങ്ങനെ പെരയിലെത്തിയിട്ട് രണ്ടും പടം നിസ്കരിച്ചാൽ മതിയൊന്നുമില്ല എന്നാണ്. വലിയ സൗകര്യമാണ് അങ്ങനെയാണെങ്കിൽ. പക്ഷേ അത് പറ്റൂല, യാത്രയിലേ പറ്റുള്ളൂ. പെരയിലെത്തിയ യാത്ര കഴിഞ്ഞില്ലേ, പെരയ്ക്കും എത്തേണ്ട നമ്മളെ നാടുണ്ടല്ലോ, നാടിൻ്റെ സൂറ് അതിർത്തി കഴിഞ്ഞിട്ടേ ജമ്മും കസറാക്കാനും പറ്റുള്ളൂ, അവിടെ എത്തുന്നതിന് മുമ്പൊക്കെ പറ്റുള്ളൂ. ഇത് പോകുമ്പം ആ സൂറ് വിട്ടിറക്കണം. ആ പള്ളിയൊക്കെ അടച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ ആസൂത്രണം ചെയ്യണം. അങ്ങനെ ആകുമ്പം പള്ളി കടക്കും. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നിസ്കരിക്കാമെന്നൊക്കെ തീരുമാനിക്കണം. നമ്മളന്ന് പോയപ്പോൾ നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോൾ നാളിങ്ങനെ പോയല്ലോ, ആലുവ വരെയൊക്കെ പോയില്ലേ, അന്ന് മഗ്‌രിബ് വിശ്വാസം തന്നെ ഞമ്മക്ക് പോരാൻ തീരുമാനിച്ചുള്ള കാരണം ലാസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശാൻ്റെ സമയത്ത് നമ്മളിങ്ങനെ പ്രശ്നമാവും, പള്ളിയൊക്കെ അടച്ചിട്ടുണ്ടാവും എന്നുള്ള ചർച്ച വന്നല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കണം. പെരയിൽ വെച്ചിട്ട് പറ്റൂല, നാട്ടിൽ വെച്ചിട്ടും പറ്റൂല. സൂറ് പോകുമ്പോൾ യാത്ര പോകുമ്പോൾ സൂറ് വിട്ടിട്ടേ ജമ്മു കസൂറാക്കാൻ പാടുള്ളൂ. സൂറ് പറഞ്ഞാൽ നാടിൻ്റെ അതിർത്തിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു നഗരഭിത്തി എന്ന് പറഞ്ഞിട്ട് ഓരോ ടൗണിന് ഓരോ അതിർത്തികളൊക്കെ ഉണ്ടാവും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഓരോ മഹല്ലുകൾക്ക് അടക്കം ഓരോ അതിർത്തി ഉണ്ടല്ലോ. ശരിക്കും മഹല്ല് പറഞ്ഞതല്ല ബലത് പറഞ്ഞത്. ബലത് ഒന്നുകൂടി വിശാലമാണ്. പാട്ടീരി, പുത്തൂര്, കുറ്റിപ്പുറം, അതൊക്കെ കോട്ടക്കൽ എന്ന് പറഞ്ഞൊരു ബലതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആട്ടിരിക്കാരൊന്നും കോട്ടക്കെന്നൊന്നും ചെയ്യരുത്. അവിടെ പുത്തനത്താണൊക്കെ എത്തിയിട്ട് അല്ലെങ്കിൽ ചെങ്കട്ടിക്കാണ് കഴിഞ്ഞിട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ കോട്ടക്കൽ ഇറങ്ങി സാഹിബിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചാണ്ട് ആട്ടിരിക്കാണ്ട് പോകാൻ നല്ല സുഖമാണ്. അത് ശരിയല്ല. ബലത് എന്ന് പറയുമ്പോൾ അതൊക്കെ ആട്ടിരിക്ക കോട്ടക്കൽ തന്നെയാണ് അല്ലേ? ആട്ടിരിക്കാരൊക്കെ തന്നെയാണ് ആ സാഹിബിൻ്റെ ഉള്ളിൽ അധികം ഉണ്ടായാലും. നിങ്ങളെന്താ ചോദിച്ചേ? ഏത് സാഹചര്യം വന്നാൽ പെരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നില്ലേ? ആ ആ പൂട്ടിയിട്ടുണ്ടാവും. പള്ളി പൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ കരുതണം. ആളെ ഒതിർത്താണ്ട് ആ ട്രെയിനിനോ അല്ലെങ്കിൽ എന്താണ് പറയുക അവിടെ നിന്നൊക്കെ നിസ്കരിക്കുക. ഈ റെയിൽവേ സ്റ്റേഷനല്ലേ, അവിടെ നിന്നോ അല്ലെങ്കിൽ ബൈക്കിൽ റോട്ടിൽ നിന്നൊക്കെ നിസ്കരിക്കാം. അതൊക്കെ നമ്മൾ നല്ല നിയത്ത് വെച്ചാൽ അള്ളാഹു എളുപ്പാക്കി തരും. ഇനി പണ്ട് ഞങ്ങളിങ്ങനെയാണ് പോയിട്ടോ, ആ ഊട്ടിക്കൊക്കെ പോകണമില്ലാണ്ട് പണ്ട് സുബൈൻ്റെ മുമ്പ് ഇതൊക്കെ എടുത്തേണ്ട എല്ലാവരും പോയി. ഇപ്പോൾ 3-4 മണിക്ക് ഒരു ട്രാവലറിന് ഞങ്ങളെ അവിടുന്ന് എല്ലാവരും ഒതിർത്ത് പോയി. അങ്ങനെ പോയി പള്ളിയൊന്നും കാണാനില്ല. അതിലൊരു റോട്ടിൽ വെച്ച് എല്ലാവരും നിസ്കരിക്കാൻ തീരുമാനിച്ചു, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. അതിൻ്റെ മോൻ പറഞ്ഞു വെളിച്ചം വെക്കണേനും വേണേ
വേഗം നിസ്കരിച്ചോളൂ. ചിലപ്പം വലിയ ക്ഷേത്രമൊക്കെ ആണേക്കാരത്. പറഞ്ഞ മരങ്ങൾ വെളിച്ചം വെച്ച് പോകുമ്പോൾ നിസ്കരിച്ചതിൻ്റെ നേരത്തെ അപ്പുറത്ത് ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തു നിന്നാണ് ഞങ്ങൾ സുബഹിസ്കരിച്ചത്. അതിലാണ്ട് കുറച്ച് കമ്മിയല്ലേ അല്ലേ, ഈ എന്താ പറയുക, ദേവർഷോലെ അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ. അതിലങ്ങോട്ട് കുറച്ച് സ്ഥലം പള്ളി കുറവാണ്, സുബൈക്ക് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളന്ന് ചെയ്തൊരു പണി, ഒരു 3-3:30 തന്നെ സുബൈൻ്റെ ഒന്നൊക്കെ എല്ലാവരും എടുത്ത് അത് മുറിയാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് സുബൈയാൻ കൊടുത്തതെന്ന് കണ്ടപ്പം റോട്ടിൽ നിന്നാണ്ട് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചപ്പോൾ റോഡാണ്. നേരം വെളുത്തപ്പോഴത്തിന് ക്ഷേത്രത്തിൻ്റെ ഒക്കെ അടുത്താണ്. ഭയങ്കര അങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയെങ്കിലും ഇട്ട് നിസ്കരിക്കണം. അത് നമ്മൾ അങ്ങനെ നമുക്കൊരു അസുമുണ്ടെങ്കിൽ അതിന് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടാവും. നിസ്കാരമൊന്നും മുടങ്ങൂല. കലായിലപ്പോൾ കലാവുമല്ലോ, കലാവും. പറ്റില്ല, വൈക്കം തന്നെ ആവണം. അത് ചോദിക്കണപ്പോൾ അതാണ്, യാത്ര ജമ്മും കസറും ആക്കലാണോ അഫ്ദൽ അതോ പൂർണ്ണമായിട്ട് നിസ്കരിക്കലാണോ അഫ്ദൽ എന്നുള്ള വിഷയമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുള്ളത്, നമുക്കിപ്പോൾ ഷാഫി മുതൽ എത്ര മറഹല, 2 മറഹലല്ലേ, 2 മറഹല 132 കിലോമീറ്റർ അല്ലേ. ഹനഫി പ്രകാരം പറ്റൂല, 132 ആയാലൊന്നും പോരാ, 3 മറഹല വേണം. വെച്ചാൽ 198 കിലോമീറ്റർ വേണം. അപ്പോൾ ഷാഫി മദ്ഹബ് ആണെങ്കിലും മറ്റൊരു മദ്ഹബിൽ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മദ്ഹബ് കൂടി പരിഗണിക്കണം എന്നാണ്. അങ്ങനെയാണ് പോലും മദ്ഹബുകളൊക്കെ. അപ്പോൾ നമുക്ക് അത് കറാത്താണ്. എപ്പോൾ 132 ഉള്ളെങ്കിൽ നമുക്കെന്താണ്, ജമ്മും കസറൊക്കെ കറാത്ത. ശരിയല്ല, 198 ആയ ഹനഫിയൊക്കെ നിർബന്ധമാണ്. അപ്പോൾ നമ്മളും ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാക്കലും കറാത്താണ്. 198 കിലോമീറ്റർ ഉള്ള യാത്രയാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കൽ കറാത്താണ്. അതിൻ്റെ മുമ്പൊക്കെ ചെയ്യൽ എന്താണ്, ജായിസാണ്, കറാത്താണ്. മനസ്സിലായോ? മദ്ഹബിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു മദ്ഹബിലൊരു സംഗതി നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കൽ നമുക്ക് കറാത്താണ്. കറാത്തിൻ്റെ നിർവചനം പറഞ്ഞാൽ എങ്ങനെയാണ്, റസൂലുള്ളാഹി കൽപ്പിക്കുകയോ കർശനമായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തങ്ങളൊരു കാര്യം നിരോധിച്ചു, അല്ലെങ്കിൽ ഒരു മദ്ഹബിൽ ചെയ്ത് നിർബന്ധം, അത്തരം ഒരു കാര്യം ചെയ്യൽ എന്താണ്, നമുക്ക് ഉപേക്ഷിക്കൽ എന്താണ്, കറാത്താണ്. കറാത്തിൻ്റെ നിർവചനത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹനഫി മദ്ഹബ് പ്രകാരം 132 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ജമ്മും കസറും പാടില്ല എന്നാണ്. അപ്പോൾ ഷാഫികളെ നമ്മളത് എന്ത് ചെയ്യണം, ആ മദ്ഹബ് മാനിക്കണം. നമുക്ക് ജായിസ് ഉണ്ട്, പക്ഷേ ചെയ്യരുത്. 198 ആയാൽ അഥവാ 3 മർഹല ആയി കഴിഞ്ഞാൽ ഹനഫിയിൽ നിർബന്ധമായിട്ടും ചെയ്തോളണം. അത് അള്ളാൻ്റെ ഒരു ഇളവാണ്. അത് എടുക്കൽ എന്താണ്, നമുക്കും ശക്തിയായിട്ട് തന്നെ അത് എടുക്കണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നിർബന്ധമല്ല, നമുക്ക് എടുക്കൽ സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാത്താണ്. എത്രയാകുമ്പോൾ 190, അപ്പോൾ 3 കിലോമീറ്റർ 3 മറയിലാവും. ഈ കാര്യം ഞാൻ പറയണില്ലേ, അയ്യോ അദ്വൈജി ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. ഏ 80 കിലോമീറ്റർ വേണ്ട. മാലിക്കി മദ്ഹബ് പ്രകാരം ചെറിയ യാത്രക്കും ജമ്മും കസറാക്കാന്നാണ്. ജമ്മാക്കാം, കസറാക്കാൻ പാടില്ല, ജമ്മാക്കാം. അപ്പം അങ്ങനെ ഒരു കൗലുണ്ട്. അതൊക്കെ പോയില്ലല്ലോ. നമ്മളൊരിക്കൽ യാത്രയിൽ നിങ്ങളോട് ചോദിച്ചത്, അത് ഞങ്ങൾ അങ്ങനെ പറയലൊന്നുമില്ല മൗലവിമാർ. മറ്റെങ്ങൾ അതിനായിട്ട് വെക്കും, ഇവിടെ തിരുവിക്കും നമ്മൾ ജമ്മാക്കും. 80 കിലോമീറ്റർ ഒന്നും വേണ്ട, ചെറിയ യാത്ര ആയാൽ മതി. തന്നെ ഓൽക്ക് അങ്ങനെ കിലോമീറ്റർ ഉണ്ടോ എനിക്കറിയില്ല. മുജാഹിദിൻ്റെ ഒന്നും നിങ്ങളത്ര എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ പൊതുവേ മൗലവിമാർ ആ 132 കിലോമീറ്ററാണ് പറയൽ, മറ്റേ കൗലൊന്നും പറയലില്ല. അങ്ങനെ അഹമ്മദാക്ക് ഒരുക്കം എന്നെ പറ്റിച്ചു, പറയാതെ വിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൗലുണ്ട്, അത് ഞങ്ങൾ ചെയ്യലുള്ളൂ, നിങ്ങൾക്കൊന്നും പറഞ്ഞില്ല എന്ന്. അപ്പോൾ ഒരു മൗലവിയെ പറഞ്ഞു, ആ മൗലവിയെ അങ്ങനെ പറഞ്ഞത് കാരണം അതുകൊണ്ടാണ് ഇത് പറയണത്. അതുകൊണ്ടാണ് ഈ പറയണത്. ആ കൗല് പറയാത്തതുകൊണ്ട് കുറേ ആൾ കലാക്കുന്നുണ്ട്. എന്നാൽ ജമ്മാക്കിയാൽ മതിയല്ലോ. ഇന്നാൾ ഒരു ബസ് ജീവനക്കാരൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടപ്പോഴാണ് ഈ കലാക്കണേൻ്റെ ഗൗരവം മനസ്സിലായത്. നമ്മൾ കലാക്കണ പറഞ്ഞിട്ട് കുറേ ആൾ വിമർശിച്ചല്ലോ, അത് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാക്കിയല്ലോ കുറേ ആളുകളുണ്ട്.
കലാക്കൽ അത്രയും ഗൗരവമാണ്, കലാ ഒരു നല്ല പണിയല്ല എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ എന്നോട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ കേട്ടു, ഇപ്പോഴാണ് മനസ്സിലായത് എങ്ങനെ ഒരു അസറും കലാവുന്നു. ബസ്സിലാണ് അസർ കലാകാത്ത പരിപാടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അസറും മരുവും കൂടെ ഒപ്പമാണ് നിസ്കരിക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും അയാൾക്കൊരു പറയാൻ പറ്റിയിട്ടുണ്ടോ കൊയമോ? അയാൾക്കിപ്പോൾ നിങ്ങളീ കോലനുസരിച്ചാണെങ്കിൽ ജമ്മാക്കാം, ലോറിലേക്ക് അസറിനെ ജമ്മാക്കാം ആ കോലനുസരിച്ച്. എന്നാൽ എന്താണില്ല, കള്ളാണ്, അസർ കള്ളാണ് അങ്ങനെ പറയാനുള്ളൂ അല്ലേ? കൊയമോ പറയണ അറിയാം. കിലോമീറ്റർ ഇല്ല, ചെറിയ യാത്രക്കാണ് ഈ പറയണത്. ചെറിയ യാത്രക്കും പറ്റും. മാലിക്കി മതം അങ്ങനെയാണ്. ഓ വേണ്ട നമുക്കൊരു കൗലുണ്ട്. ജമ്മ് എന്താണ് കസർ എന്താണെന്നുള്ളത് പറയാനാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ ടൈമാണെങ്കിൽ കഴിഞ്ഞിരിക്കണം, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ജമ്മാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലുഹറിനെ അസറിലേക്കും അസറിനെ ലുഹറിലേക്കും ജമ്മാക്കാം. എന്നാലും മഗ്‌രിബിനെ ഇശായിലേക്കും ഇശാനെ മഗ്‌രിബിലേക്കും ജമ്മാക്കാം. ആ ജമ്മാക്കുമ്പം ശ്രദ്ധിക്കാനുള്ളത്, മുന്തിച്ച് ജമ്മാക്കുമ്പോഴാണ് കൂടുതൽ കണ്ടീഷനുകൾ വരുന്നത്. മുന്തിച്ച് ജമ്മാക്കാരാണെങ്കിൽ ലുഹറിലേക്ക് അസറിനെ ഇങ്ങോട്ട്, എന്നാലും മഗ്‌രിബിലേക്ക് ഇശാനെ ഇങ്ങോട്ട്, ഇങ്ങനെ ആകുമ്പോഴുള്ള സംഗതി എന്താ വെച്ചാൽ ആ നിസ്കാരത്തിൽ, മുന്തിച്ച് ജമ്മാക്കുന്ന നിസ്കാരത്തിൽ, ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ എന്ത് നിയത്ത് വെക്കണം? ഇങ്ങോട്ട് മുന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു നിയത്ത് ആദ്യത്തെ നിസ്കാരത്തിൽ നിയത്തൊക്കെ നോക്കണം. അപ്പോൾ ളുഹർ നിസ്കരിക്കുമ്പോൾ അസറിനെ ഞാൻ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നതായ നിലയിൽ ഞാൻ ളുഹർ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെക്കണം. മുന്തിച്ച് ജമ്മാക്കും. സലാം ഉടനെ മുമ്പായിട്ട് വെച്ചാലും മതി. ഏറ്റവും നല്ല ആദ്യം നിയത്ത് വെക്കുമ്പോൾ തന്നെ വെക്കുക നല്ലത്. മറ്റേ മറന്നു പോകും ചിലപ്പോൾ. ആദ്യത്തെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഞാൻ അസറിനെ അല്ലെങ്കിൽ ഇശാനെ ഇങ്ങോട്ട് എന്താക്കുന്നുണ്ട്, മുന്തിച്ച് ജമ്മാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കരുതുക. അത് നിയത്ത് വെക്കണ സമയത്താണ് ഏറ്റവും നല്ലത്. എന്നാൽ അങ്ങനെയൊക്കെ പറയും ചെയ്യുക, കരുതും ചെയ്യുക. നേരെ മറിച്ച് നിസ്കാരത്തിൻ്റെ ഇടയിലാണെങ്കിൽ പറയാനൊന്നും പറ്റൂല. ഞാൻ എന്ന് പറയുമ്പോൾ നിസ്കാരം പോകത്തില്ലോ, ഞാൻ മുന്തിച്ചൊന്നും പറയണ്ട. ഏറ്റവും നല്ലത് നിയത്ത് വെക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്. നിയത്ത് വെക്കുമ്പോൾ വെക്കണില്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിൻ്റെ ഇടയിൽ സലാം വീട്ടിൻ്റെ ഇടയിലായിട്ട് മനസ്സിലിങ്ങനെ കരുതുക, ഞാൻ അസറിനെ ളുഹറിലേക്ക്, ഞാൻ അസറിനെ എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ നിസ്കാരം പോകത്തില്ലോ. പിന്നെ അവിടെ ഒരു ഡിമാൻഡ് അധികം ഉള്ളത്, ആദ്യം ളുഹർ തന്നെ നിസ്കരിക്കണം. തർത്തീബ് നിർബന്ധമാണ്, വിലാവ് നിർബന്ധമാണ്. തർത്തീബ് പറഞ്ഞാൽ ആദ്യം ആദ്യത്തെ നിസ്കാരം നിസ്കരിക്കണം, പിന്നെ മറ്റേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ വിലാവ് വേണം. ഉടനെ ആയിരിക്കണം. ഉടനെ ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ ഗ്യാപ്പ് വരാൻ പാടില്ല. എന്താ ചെയ്യൽ? നമ്മൾ ളുഹറാണ് നിസ്കരിച്ചാൽ ഇഖാമത്ത് തുറക്കും വേഗം, അല്ലാതെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു തീർക്കുമോ? ആ സുബ്ഹാനല്ലാഹും മറ്റേ സുബ്ഹാനല്ലാഹും പാടെ 66 ദിവസം പിന്നീട് ചെല്ലിയാൽ മതി. ഒക്കെ പറയേണ്ട കിതാബിൽ. സുബ്ഹാനല്ലാഹ് മിസ്സാണൊന്നുമില്ല. ആ ളുഹറിന് 33 അസറിൻ്റെ ഏസാണ്ട് 66 ദിവസമാണ് ചെല്ലിയാൽ മതി. അസറിൻ്റെ അല്ല, അസറിലേക്ക് അങ്ങോട്ട് പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ആദ്യം അസർ നിസ്കരിക്കാം, പിന്നെ ളുഹർ നിസ്കരിച്ചാലും മതി. അല്ലെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിച്ചിട്ട് പിന്നെ എന്തായാലും ചെയ്യാം. അതാണ് നല്ലത്. അത് സുന്നത്തുള്ളൂ. ആ തർത്തീബ് എന്തുള്ളൂ? സുന്നത്തുള്ളൂ. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ തർത്തീബ് ഷർത്താണ്, നിർബന്ധമാണ്. വിലാവും വേണം. 2 കാര്യം വേണം. പിന്നെ കരുതണ്ട, അത് വേണ്ട. എപ്പോഴെങ്കിലും ഒരിക്കൽ കരുതിയാൽ മതി. അത് ഏറ്റവും നല്ലത് തുടക്കത്തിലാണ്. അത് വേണ്ട. രോഗികൾക്ക് ജമ്മാക്കാം, മഴ ഉണ്ടെങ്കിലും ജമ്മാക്കാം എന്നുള്ളൊരു കൗലുണ്ട്. അതിനൊക്കെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി, നിങ്ങളാ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? നിയത്ത് ജമ്മിൻ ജമ്മാക്കണമെന്ന് കരുതുക ഫില്ലൂല, ഒന്നാമത്തെ നിസ്കാരത്തിൽ, ഫി അവലിഹ, ഒന്നിരിക്കലതിൻ്റെ ഫസ്റ്റിൽ, അവസനാലെ ഇടയിൽ, അവമായ തഹല്ലുലി അല്ലെങ്കിൽ സലാം വീട്ടിലോട് കൂടെ, വൽ അവലു, ആദ്യത്താണ് ഓ ലഫ്ദ് ഏറ്റവും നല്ലത്. ആദ്യം തന്നെ ഫസ്റ്റിൽ നിയത്ത് വെക്കുമ്പോൾ തന്നെ ചെയ്യലാണ് ഏറ്റവും. എവിടെയെങ്കിലും ഒന്ന് കരുതിയാൽ മതി, ആദ്യം കരുതലാണ് നല്ലത്. പിന്നെ നിർത്തി, പിന്നെ വിലാവ്. പിന്നെ രണ്ടാമത്തെ നിസ്കാരം തുടങ്ങണ വരെ യാത്ര വേണം. യാത്ര
വേണം. പെരയിലെത്തിയിട്ട് ഇത്രേ ഉള്ളൂ. ഇനി കസറാക്കണതും പിന്നെ ഈ യാത്ര അവസാനിക്കൽ എപ്പോഴാണ്, യാത്രയാണ് പോയി എത്ര ദിവസം പറ്റും, ഒരു സ്ഥലത്ത് പോയി നിന്നാൽ എത്ര ദിവസം പറ്റും എന്നുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഇപ്പോൾ നമ്മൾ ചെറിയ ദുആക്കളുടെ ടൈമുള്ളൂ. എന്ത് ചോദിക്കണോ? ഞാൻ പിന്നെ ചോദിക്കണോ? ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? അതിൽ പങ്കെടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒരു പള്ളിയിൽ ജമാഅത്ത് നടക്കണം, അതിൽ കൂടാൻ പറ്റുമോ? പിന്നെ കസറാക്കാൻ പറ്റില്ല. കസറാക്കി നിസ്കരിക്കുമ്പോൾ നിബന്ധനയാണ് ഒരു പൂർണ്ണമാക്കി നിസ്കരിക്കണവനോട് തുടരാൻ പാടില്ല. പൂർണ്ണമാക്കി നിസ്കരിക്കണവനോട് തുടർന്നാൽ പിന്നെ എന്താക്കാൻ പാടില്ല? കസറാക്കാൻ പാടില്ല. നമ്മളന്ന് മഗ്‌രിബോടെ ഓലപ്പം കൂടി, മഗ്‌രിബിന് കസറാക്കണില്ലല്ലോ. നമ്മളന്ന് ആ യാത്രയിൽ അങ്ങനെ ചെയ്തല്ലോ. അതിനൊന്നും കുഴപ്പമില്ല. ഒരു നിസ്കാരം കസറാക്കി വെച്ചിട്ട് മറ്റോ കസറാക്കിയോളൊന്നും എന്നില്ല. കസറാക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കറാത്ത് വരും. ഒരു ആനുകൂല്യമാണല്ലോ. കുഞ്ഞാ ചോദിച്ചു. ജിന്നിനും മനുഷ്യനും സൃഷ്ടിച്ചത് ഇബാദത്ത് വേണ്ടി മാത്രമാണെന്നാണ്. ഉണ്ടല്ലോ, ജിന്നകൾക്കും ഇതൊക്കെ ബാധകമാണ്. ജിന്നക്ക് റസൂലുള്ള ക്ലാസ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ജിന്നക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പോയ സ്വഹാബിൻ്റെ പേരുണ്ട്, ആ പോയ ചരിത്രമൊക്കെ ഉണ്ട്. മദീനത്തൊക്കെ ചില രാത്രിയൊക്കെ ജിന്നക്ക് റസൂലുള്ള ക്ലാസ് എടുക്കുമായിരുന്നു. ജിന്നക്ക് തക്ലീഫുണ്ട്. ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട നബിയാണ് നമ്മളെ നബി. അതിൽ കൂടുതലായിട്ട് നമ്മളതിനെപ്പറ്റി കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട. നമുക്ക് അതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ജിന്നുകൾ നമുക്ക് കെട്ടാൻ പറ്റുമോ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ട്. കെട്ടണം ആർക്കെങ്കിലും? അല്ല, നമ്മളെ കുട്ടികളെ ജിന്നെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? അത്ര വരെ ചർച്ചയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അപ്പോൾ നമുക്ക് ലയിച്ച കാരണം എനിക്കൊന്ന് നോക്കിയിട്ടും വേണേ, നോക്കിയിട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ചർച്ച ചെയ്യണ്ടേ. നമ്മളത് ചർച്ച ചെയ്യാം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.